Hi friends, today we are going to discuss a danger story. ഒരു ഡേഞ്ചർ ആയിട്ടുള്ള എന്താണ് ഇത്രയും അപകടം പിടിച്ച ഒരു അനർത്ഥം പിടിച്ചിട്ടുള്ള സ്റ്റോറി എന്താന്ന് നമുക്ക് നോക്കാം അല്ലെ. എന്തുകൊണ്ടാണ് മക്കളെ ഒരു സ്റ്റോറി അത്രയും ഡേഞ്ചർ ആവുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിലൂടെ പഠിക്കുന്നത് അല്ലെ. നമ്മൾ ചില നമ്മുടെ ചിന്താഗതികൾ ഓൾറെഡി നമ്മൾ കരുതി കൂട്ടി നമ്മൾ ഓൾറെഡി മനസ്സിൽ ചില ആളുകളെ കുറിച്ച് ചില അസംപ്ഷൻസ് ഒക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും അല്ലെ. അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ വളരെ ഡേഞ്ചർ ആണ് അല്ലെ. അങ്ങനെയുള്ള എന്തുകൊണ്ടാണ് ഈ പറയുന്ന സ്റ്റോറി ഇത്രത്തോളം ഡേഞ്ചർ ആവുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഹൗ ഡു യു ഒബ്സർവ് ദ വണ്ടർഫുൾ വേൾഡ് അറൌണ്ട് യു അല്ലെ. നമ്മുടെ ചുറ്റുമുള്ള വേൾഡ് അറൌണ്ട് യു, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ഒരു ലോകം ഉണ്ടല്ലോ. നമ്മുടെ ഈ ലോകത്തെ നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട് മക്കളെ? നമ്മുടെ ഈ ചുറ്റും കാണുന്ന ഈ ലോകത്തെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യാറുണ്ടോ അല്ലെ? ചില സമയത്തൊക്കെ ചിലപ്പോ നമ്മളിങ്ങനെ എന്തായാലും എന്തൊരു മനോഹരമാണ് ഈ ലോകം അല്ലെ, എന്തൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നത് അല്ലെ. അവിടെ കുറെ പ്രശ്നങ്ങൾ, അവിടെ യുദ്ധങ്ങൾ, അവിടെയാണെങ്കിൽ കുറെ ആളുകളുടെ ആഘോഷങ്ങൾ. ഒരു സൈഡിൽ ആളുകൾ ആഘോഷിക്കുന്നു, ഒരു സൈഡിൽ മത്സരങ്ങൾ നടക്കുന്നു അല്ലെ, വലിയ വലിയ മത്സരങ്ങൾ നടക്കുന്നു. ഒരു സൈഡിലാണെങ്കിൽ ആളുകൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പൊരുതുന്നു. മറ്റൊരു സൈഡിൽ എന്ത് സംഭവിക്കുന്നു? ബാറ്റിലുകൾ അല്ലെ, വലിയ വലിയ യുദ്ധങ്ങൾ നടക്കുന്നു. ചില സൈഡിലാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ജീവിതങ്ങൾ ആളുകൾ ജീവിക്കുന്നു അല്ലെ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ലോകത്ത് അല്ലെ മക്കളെ. നോക്കാം. ഹൗ ഡു വാല്യൂസ് ആൻഡ് പ്രാക്ടീസ് വാരി അക്രോസ് ദ കൾച്ചേഴ്സ് അല്ലെ. മക്കളെ, കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സംസ്കാരം അല്ലെ. നമ്മുടെ ഈ സംസ്കാരത്തില് നമ്മുടെ മൂല്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് നിൽക്കുകയാണ് അല്ലെ. ഒരുപാടൊന്നും ചിന്തിച്ചില്ലെങ്കിലും നമ്മുടെ നാട് അല്ലെ, നമ്മുടെ ഓരോ നാട്ടിലുള്ളവർക്ക് ഓരോ കൾച്ചർ, അല്ലെങ്കിൽ ഓരോ റിലീജിയനിലുള്ളവർക്ക് ഓരോ സംസ്കാരം അല്ലെ. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും സംസ്കാരം. ആ ഒരു സംസ്കാരത്തിൽ എന്തൊക്കെ ഉണ്ടാവും? അവരുടെ ആചാരങ്ങൾ ഉണ്ടാവും, അവരുടെ അനുഷ്ഠാനങ്ങൾ ഉണ്ടാവും, മറ്റു പല കാര്യങ്ങളും, അവരുടെ ജീവിത രീതികൾ ഉണ്ടാവും അല്ലെ. കാലങ്ങളോളായിട്ട് അവർ അനുഭവിക്കുന്ന ജീവിത രീതി, ക്ലൈമറ്റ് ആണെങ്കിലും ഫുഡ് രീതി ആണെങ്കിലും അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ എല്ലാതും മിക്സ് ചെയ്തതാണ് എന്ത്? ഒരു കൾച്ചർ എന്ന് പറയുന്നത്, ഒരു സംസ്കാരം എന്ന് പറയുന്നത് അല്ലെ. Our false assumptions about others can often lead to the stereotypes and unfair judgment about individuals or groups അല്ലെ. ഇതിൽ മക്കളെ false assumption എന്നൊക്കെ പറഞ്ഞ എന്താണ്? നമ്മൾ വെറുതെ ഓരോരുത്തരെ കുറിച്ച് തെറ്റായിട്ടുള്ള കുറെ ധാരണകൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ മറ്റുള്ളവരെ കുറിച്ച്, മറ്റുള്ള ഒരു കൂട്ടം ജനങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ കുറിച്ചോ അങ്ങനെയുള്ള കുറെ ആളുകളെ കുറിച്ച് നമ്മൾ കുറെ തെറ്റായ ധാരണകൾ ഓൾറെഡി മനസ്സിലാക്കി, അല്ലെങ്കിൽ കാലം നമുക്കത് അങ്ങനെ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്സ് ആയിട്ടുള്ള ചിന്ത. സ്റ്റീരിയോ ടൈപ്സ് പറഞ്ഞാൽ എന്താ? ഒരേ ഇമേജ്, ഒരേ പിക്ചർ, ഒരേ ഐഡിയ അല്ലെ, ഒരേ രീതിയിലുള്ള കൃത്യമായിട്ടുള്ള ഒരു നോളജ്, ഒരേ കാര്യം, ഒരേ ഐഡിയ ഒരേപോലെ തന്നെ നമ്മുടെ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ടാവും. അതെന്താണ് മക്കളെ? അത് അൺഫെയർ ജഡ്ജ്മെന്റ് ആണ്. അതെന്താണ്? അതൊരിക്കലും ന്യായമല്ല അല്ലെ. ചിലപ്പോ മാറ്റങ്ങൾ സംഭവിക്കില്ല. നമ്മളിപ്പോ ഒരു രാജ്യത്തെ കുറിച്ച്, ആ രാജ്യത്തെ ആൾക്കാർക്ക് എന്നും പട്ടിണിയും പ്രശ്നങ്ങളുമാണ്, നമ്മളിങ്ങനെ ഓൾറെഡി അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു അല്ലെ. എന്നും ആ ഒരു ടൈപ്പ് ഓഫ് ചിന്തകളും അവരെ കുറിച്ച് പറയുമ്പോൾ ആ ടൈപ്പ് ഓഫ് റൈറ്റിംഗ്സും ഒക്കെ നമ്മൾ എഴുതുന്നത്. പക്ഷെ അവിടെ മാറ്റങ്ങൾ സംഭവിക്കും അല്ലെ, ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടുണ്ടാവും. അവിടെയുള്ള ആളുകൾക്ക് മാറിയിട്ടുണ്ടാവും, അവിടെ തൊഴിൽ കൂടിയിട്ടുണ്ടാവും, അവിടെ ഉള്ളവർക്ക് വിദ്യാഭ്യാസം കൂടിയിട്ടുണ്ടാവും, ആ നാടന്നെ പുരോഗമിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ധാരണ എന്താ? ആ നാട്ടുത്തോളം തന്നെയാണ് അവിടെയുള്ള ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. ഇങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ചിന്താഗതി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ഓൾറെഡി ഒരു തെറ്റായ ധാരണ. അതെന്തല്ല, അത് അൺഫെയർ ആണ് അല്ലെ. അതൊരിക്കലും എന്താണ് മക്കളെ? അത് ന്യായമുള്ളതല്ല. ഓക്കെ. അണ്ടർസ്റ്റാൻഡിങ് stereotypes and the bias can affect our lives. ഇങ്ങനെയുള്ള സ്റ്റീരിയോടൈപ്സും ബിയാസുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകളുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് കൾച്ചറൽ ഡിഫറൻസ് can help one see this from the different point of view, develop a greater understanding. ഓക്കെ, ഇങ്ങനെയുള്ള ആളുകളുടെ ഡിഫറെന്റ് കൾച്ചേഴ്സും അവരുടെ സംസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇതിനൊക്കെ ഒരു ചെറിയൊരു മാറ്റവും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. Let's see what Chimamanda Ngozi Adichie അല്ലെ. എന്താല്ലേ മക്കളെ പേര്? അടിപൊളി പേര് അല്ലെ, Chimamanda Ngozi Adichie അല്ലെ. ഇതെങ്ങനെയെങ്കിലും ഒക്കെ പ്രൊനൗൺസ് ചെയ്തിട്ട് ആ സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ആവുന്ന രീതിക്ക് പ്രൊനൗൺസ് ചെയ്യുക കേട്ടോ. Chimamanda Ngozi Adichie tells us in her enlightening speech അല്ലെ. ഇവിടെ ആളുടെ നല്ല അടിപൊളിയായിട്ടുള്ള സ്പീച്ചാണ് The Danger of a Single Story അല്ലെ. നമുക്കതൊരു കഥ പോലെയൊക്കെ തോന്നും, പക്ഷെ അതെന്താണ്? ആളുടെ നല്ല അടിപൊളിയായിട്ടുള്ള സ്പീച്ചാണ് ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി അല്ലെ. എന്താണ് ആ സിംഗിൾ സ്റ്റോറിയുടെ ഡേഞ്ചർ എന്നുള്ളത് നമുക്ക് നോക്കാം.
ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി, ഒരു ഒറ്റ കഥയുടെ അനർത്ഥം. സിംഗിൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കഥ, വൺ കഥ അല്ലെ. അതിന്റെ ഒരു അനർത്ഥം മീൻസ് എന്താ? അതിന്റെ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥ എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. എന്താണ് ഈ ഒറ്റ കഥകൾക്ക് ഇത്രത്തോളം ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ചിമമാണ്ട ഗോസി അഡിച്ചിയ, ബോൺ സെപ്റ്റംബർ 15, 1977 അല്ലെ, ബോൺ ചെയ്ത ഡേറ്റ് ആണ്. ഇസ് എ നൈജീരിയൻ നോവലിസ്റ്റ്, അതാണ് അവിടെ ഇമ്പോർട്ടൻസ് അല്ലെ. നൈജീരിയക്കാരിയാണ്. നൈജീരിയ മീൻസ് ഒരു ആഫ്രിക്കൻ റൈറ്റർ ആണ് അല്ലെ. ഒരു നൈജീരിയൻ നോവലിസ്റ്റ് ആണ്, നോൺ ഫിക്ഷൻ റൈറ്റർ ആണ്, ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ് അല്ലെ. അത്യാവശ്യം നല്ലൊരു തിളങ്ങിക്കൊണ്ടിരിക്കുന്ന മേഖലകളിൽ, ആ മേഖല ലിറ്ററേച്ചർ എന്ന് പറയുന്ന മേഖലയിൽ തിളങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. ഷീ ഈസ് റിഗാർഡഡ് ആസ് ദ മോസ്റ്റ് പ്രൊമിനന്റ് എമംഗ് ദ യങ് ആംഗ്ലോഫോൺ ഓതേഴ്സ് ഇൻ ആഫ്രിക്കൻ ലിറ്ററേച്ചർ അല്ലെ. ആഫ്രിക്കൻ ലിറ്ററേച്ചറിലെ ആംഗ്ലോഫോൺ ഓതറിൽ ദ മോസ്റ്റ് പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ചിമമാണ്ട എന്ന് പറയുന്നത്. ഓക്കെ, ഹെർ വർക്സ് ഇൻക്ലൂഡ് പർപ്പിൾ ഹിബിസ്കസ് അല്ലെ. ഫേമസ് ആയിട്ടുള്ള കുറച്ച് വർക്സ് ആണ്. പർപ്പിൾ ഹിബിസ്കസ്, ഹാഫ് ഓഫ് യെല്ലോ സൺ, ദ അമേരിക്കാന. ക്ലിയർ? അപ്പൊ ആളെന്താണ്? ആളൊരു നൈജീരിയൻ നോവലിസ്റ്റ് ആണ്, നോൺ ഫിക്ഷൻ റൈറ്റർ ആണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററും ആണ് അല്ലെ. ഇതൊക്കെ ആളുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് ആളെങ്ങനെയാണ് ഒരു മോസ്റ്റ് പ്രൊമിനന്റ് റൈറ്റർ തന്നെയാണ്. അനോഫോമ ഓതേഴ്സ് ഇൻ ആഫ്രിക്കൻ ലിറ്ററേച്ചറിലെ, ആംഗ്ലോഫോൺ ഓതേഴ്സ് ഇൻ ആഫ്രിക്കൻ ലിറ്ററേച്ചറിലെ വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്റർ തന്നെയാണ് അദ്ദേഹം, ഐ മീൻ അവര്. ഓക്കെ, ഹർ വർക്സ് ഇൻക്ലൂഡ് പർപ്പിൾ ഹിബിസ്കസ് അല്ലെ. അവരുടെ വർക്ക്, അവരുടെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള കുറച്ച് വർക്സുകളാണ് പർപ്പിൾ ഹിബിസ്കസ്, ഹാഫ് ഓഫ് യെല്ലോ സൺ, ദെൻ അമേരിക്കാന. ക്ലിയർ? നോക്കാം. ആം എ സ്റ്റോറി ടെല്ലർ അല്ലെ. ആള് നമ്മളോട് സംസാരിക്കുകയാണ് കേട്ടോ. ദിസ് ഇസ് എ സ്പീച്ച്. ഓക്കെ, അത് ഓർമ്മ വേണം എപ്പോഴും കേട്ടോ. ഇത് പറഞ്ഞു അങ്ങനെ പോകുമ്പോൾ ഇത് സ്പീച്ച് ആണെന്ന് തോന്നില്ല അല്ലെ. പക്ഷെ ഇതെന്താണ്? ഒരു സ്പീച്ച് ആണ് അല്ലെ. സോ ഐ എം എ സ്റ്റോറി ടെല്ലർ, ഞാനൊരു കഥ പറയുന്ന ആളാണ്, ഞാനൊരു കഥാകാരിയാണ് അല്ലെ. ഞാനൊരു കഥ എഴുതുന്ന ആളാണ്, കഥ പറയുന്ന ആളാണ് എന്നൊരർത്ഥം. ഞാനൊരു സ്റ്റോറി ടെല്ലറാണ് അല്ലെ, ഞാനൊരു കഥാകാരിയാണ് അല്ലെ, ഞാനൊരു കഥ പറയാൻ പോകുന്ന ആളാണ്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു എ few personal stories about what I like to call the danger of a single story. Right? I would like to tell you a few personal stories. ഞാൻ നിങ്ങളോട് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള അല്ലെ, എന്റെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കുറച്ച് കഥകളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതും എന്തിനെ കുറിച്ച്? അബൌട്ട് വാട്ട് ഐ ലൈക്ക് ടു കോൾ ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി അല്ലെ. എന്തിനെ കുറിച്ചാണ്? ഞാൻ സിംഗിൾ സ്റ്റോറിയുടെ അനർത്ഥം അല്ലെ, ഒറ്റ കഥകളുടെ അനർത്ഥം, സിംഗിൾ സ്റ്റോറിയുടെ ഡേഞ്ചർ എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ, ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്ന കാര്യത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. Clear? I grew up on a university campus in Eastern Nigeria. ഞാൻ വളർന്നു വന്നത് ഈസ്റ്റേൺ നൈജീരിയയിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലാണ്. Okay. My mother says that I started reading at the age of 2, although I think it properly happened when I was 4. എന്റെ അമ്മ പറയാറുണ്ടായിരുന്നു ഞാൻ 2-ാം വയസ്സിൽ തന്നെ വായിച്ചു തുടങ്ങി. Although I think it properly happened when I was 4. എന്നിരുന്നാലും കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ 4-ാം വയസ്സിൽ തന്നെ വായിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ഓക്കെ, സോ ഐ വാസ് എ ഏർലി റീഡർ. സോ ആയതിനാൽ ഞാൻ എന്താണ്? ഒരു നേരത്തെ വായനക്കാരിയാണ്, വളരെ നേരത്തെ വായന തുടങ്ങിയ ഒരു വ്യക്തിയാണ്. ഓക്കെ, and what I read were British and American children's book അല്ലെ. ഞാൻ എന്തായിരുന്നു വായിച്ചിരുന്നത്? ബ്രിട്ടീഷ് അമേരിക്കൻ ചിൽഡ്രൻസ് ബുക്ക് ആയിരുന്നു അല്ലെ. ബ്രിട്ടീഷുകാരുടെയും അമേരിക്കക്കാരുടെയും ബുക്കുകളായിരുന്നു ഞാൻ ചെറുപ്പം മുതലേ വായിച്ചിരുന്നത്. ക്ലിയർ? I was also an early writer. അത് മാത്രമല്ല, early reader മാത്രമല്ല, ഞാനൊരു early writerും കൂടിയാണ്. ഞാൻ നേരത്തെ എഴുതി തുടങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ്, വളരെ നേരത്തെ എഴുതി തുടങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. And when I began to write at the age of 7, stories in pencil with a crayon illustration that my poor mother was obligated to read. When I began to write at about the age of 7, 7-ാം വയസ്സ് മുതൽ ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ ഫസ്റ്റ് എന്താണ്? സ്റ്റോറീസ് ഇൻ പെൻസിൽ വിത്ത് ക്രയോൺ ഇല്ലുസ്ട്രേഷൻ അല്ലെ. പെൻസിൽ കൊണ്ട് കഥകൾ എഴുതി അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ക്രയോൺ ഇല്ലുസ്ട്രേഷൻസ് പറഞ്ഞാൽ എന്താ? ക്രയോണുകൾ കൊണ്ട് അല്ലെ, കളറുകൾ കൊണ്ടുള്ള ഒരു ചിത്രീകരണം, അതിന്
എഴുതുകയും ചെയ്തു. അതിന്റെ കൂടെയുള്ള ചിത്രീകരണവുമായിരുന്നു ഞാൻ 7ാം വയസ്സിൽ തുടങ്ങിയത്. ദാറ്റ് മൈ പുവർ മദർ വാസ് ഒബ്ലിഗേറ്റഡ് ടു റീഡ്, അല്ലെ, കടമപ്പെട്ടിരിക്കുന്നു, നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്റെ പാവം അമ്മ അതെല്ലാം വായിക്കാൻ. ഐ മീൻ അവരുടെ അമ്മയായിരുന്നു അതൊക്കെ വായിച്ചിരുന്നത്, അല്ലെ. സ്വാഭാവികം, നമ്മൾ എന്ത് ചെയ്താലും ആദ്യം നമ്മുടെ അമ്മമാരനെ ആയിരിക്കും വായിക്കുക, അല്ലെ. അപ്പൊ എന്റെ അമ്മ, എന്റെ പാവം അമ്മ അതെല്ലാം വായിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. I wrote exactly the kinds of stories I was reading. കറക്റ്റ് ആയിട്ട് അതേപോലെ എക്സാക്റ്റ് ആയിട്ടായിരുന്നു ഞാൻ എന്താണോ വായിച്ചിരുന്നത് അതേപോലെ അത് എഴുതുന്നതായിരുന്നു എന്റെ കഥകൾ, അല്ലെ. ഇങ്ങനെ ഒരുപാട് പേരുണ്ടാവും നമ്മുടെ ചെറുപ്പത്തിൽ. ഇപ്പൊ നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഈ മക്കൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും, പല ആളുകളും ചെറുപ്പത്തിൽ കഥയും കവിതയൊക്കെ വായിക്കും, എന്നിട്ട് അത് അതേപോലെ എഴുതും, അല്ലെ. അങ്ങനെ തന്നെയാണ് കേട്ടോ റൈറ്റിങ്സ് വരുന്നത്. അല്ലാതെ ജനിക്കുമ്പോ തന്നെ ആരും കലാകാരന്മാരും നമ്മൾ ആലോചിക്കില്ലേ, ഈ സാഹിത്യകാരന്മാർക്ക് എവിടേക്ക് അത് ഇത്രയും കഴിവ് കിട്ടിയത്? അത് ശരിക്കും അവരിങ്ങനെ തന്നെയാണ്. അവർ ചെറുപ്പം മുതൽ, വളരെ കുഞ്ഞു പ്രായം മുതൽ അവർ വായിക്കും. അങ്ങനെ ഒരുപാട് ബുക്കുകൾ വായിക്കും. ഇങ്ങനെ ഒരുപാട് കഥകൾ വായിക്കുമ്പോൾ എല്ലാ കഥയിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ അവരുടെ മൈൻഡിൽ അവരൊരു പുതിയ കഥകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് ആയി തുടങ്ങുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ലൊരു എഴുത്തുകാരനോ നല്ലൊരു എഴുത്തുകാരിയൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ വേണമെങ്കിലും വായിച്ചു തുടങ്ങിയാൽ മതി മക്കളെ. ഇഷ്ടം പോലെ കഥകളും കവിതകളും വായിക്കാം. ഒരുപാട് കവിതകൾ വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കവിതത്തിൽ 2 ലൈനും ഈ കവിതത്തിൽ 2 ലൈനും ആ കവിതത്തെ 3 ലൈനും ഇതൊക്കെ പാടെ കൂടിയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതി തുടങ്ങുമ്പോൾ പതിയെ പതിയെ നമ്മളിൽ നിന്നും ഒരു കലാകാരൻ പുറത്തു വരും. അതുപോലെ തന്നെയായിരുന്നു ഈ ചിമ്മമാണ്ട എന്ന് പറയുന്ന ഈ റൈറ്ററും. ചെറുപ്പത്തിൽ അവർ എഴുതിയിരുന്ന കഥകൾ എന്തായിരുന്നു, അവരെന്താണോ വായിച്ച സ്റ്റോറീസ് അതേപോലെ അത് എഴുതുന്നതായിരുന്നു അവരുടെ ചെറുപ്പത്തിലെ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? All my characters were white and blue-eyed. എന്റെ എല്ലാ ക്യാരക്ടേഴ്സും, ഞാൻ എഴുതുന്ന കഥകളിലെ എല്ലാ കഥാപാത്രങ്ങളും എന്തായിരുന്നു, വെള്ളക്കാരായിരുന്നു, അല്ലേ. ആൻഡ് ബ്ലൂ ഐഡ്, അല്ലെ, നീല കണ്ണുകളുള്ള വൈറ്റ് ആയിട്ടുള്ള ആളുകളായിരുന്നു എന്റെ കഥയിലെ കഥാപാത്രങ്ങൾ. ഓക്കെ. They played in snow. അവര് മഞ്ഞുകൊണ്ട് കളിക്കും. They ate apples. അവർ ആപ്പിളുകൾ കഴിക്കും. They talked a lot about the weather. അവർ ഒരുപാട് കാലാവസ്ഥയെ കുറിച്ച് സംസാരിക്കും. How lovely it was the sun had come out, അല്ലെ. പുറത്ത് പൊട്ടിപ്പുറപ്പെട്ട് വരുന്ന ആ സൂര്യപ്രകാശം എന്തൊരു മനോഹരമാണ് എന്നൊക്കെ പറഞ്ഞ് അവർ കാലാവസ്ഥയെ കുറിച്ച് സംസാരിക്കും. ഓക്കെ. ബട്ട് ഐ ഹാഡ് നെവർ ബീൻ ഔട്ട്സൈഡ് നൈജീരിയ. പക്ഷെ ഞാൻ ഒരിക്കലും നൈജീരിയക്ക് പുറത്ത് പോയിട്ടേയില്ല. ഓക്കെ. വി ഡിഡ്ന്റ് ഹാവ് സ്നോ. ഞങ്ങൾക്ക് മഞ്ഞില്ല, ഞങ്ങളുടെ നൈജീരിയയിൽ മഞ്ഞില്ല. ഓക്കെ. വി എയ്റ്റ് മാംഗോസ്. ഞങ്ങൾ ആപ്പിൾ അല്ല കഴിച്ചിരുന്നത്, പകരം എന്തായിരുന്നു കഴിച്ചിരുന്നത്, ഞങ്ങൾ എപ്പോഴും മാംഗോ ആണ് കഴിക്കുക. അവിടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് മാംഗോ ആണ്. അപ്പൊ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മാംഗോ ആണ് കഴിച്ചിരുന്നത്. ആൻഡ് വി നെവർ ടോക്ക്ഡ് അബൌട്ട് ദ വെദർ. ഞങ്ങൾ ഒരിക്കലും കാലാവസ്ഥയെ കുറിച്ച് സംസാരിക്കാറുമില്ല. ബിക്കോസ് ദർ വാസ് നോ നീഡ് ടു. കാരണം ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഓക്കെ. ഇതിന് എന്ത് മനസ്സിലായി മക്കളെ? അവരെഴുതുന്ന ക്യാരക്ടേഴ്സും അവരെഴുതുന്ന കഥകളും അവര് വായിച്ച ബ്രിട്ടീഷ് നോവലുകൾ, ബ്രിട്ടീഷ് അമേരിക്കൻ നോവലുകളാണ്. അവിടെയാണ് മഞ്ഞുള്ളത്, അല്ലെ. അവിടെയാണ് വൈറ്റ് പീപ്പിൾ ഉള്ളത്. അവരാണ് വെറുതെ കാലാവസ്ഥയെ കുറിച്ചൊക്കെ സംസാരിച്ച് ലക്ഷ ടൈം കണ്ടെത്തുന്നത്. പക്ഷേ നമ്മുടെ ഈ റൈറ്റർ എഴുതുന്ന കഥകളിൽ അത് വരികയാണ്. പക്ഷെ റൈറ്റർ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഇതൊന്നും തന്നെ ഇല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ. ക്ലിയർ? വാട്ട് ദിസ് ഷോ, ഇതിൽ നിന്നും എന്താണ് മക്കളെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? ഇത് എന്താണ് മനസ്സിലാക്കുന്നത്, എന്താണ് പറയുന്നത്? I think is how impressionable and valuable we are in the face of the story, അല്ലെ. particularly as children, അല്ലെ. നമ്മൾ വായിക്കുന്ന കഥകളെ, എക്സ്പെഷ്യലി കുട്ടികളെ എത്രത്തോളം അങ്ങേ ഉള്ളിലോട്ട് സ്വാധീനിക്കുന്നു എന്നുള്ളത്, അല്ലെ. ഇംപ്രഷനബിൾ പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ അതിയായി സ്വാധീനിക്കുക കേട്ടോ. അതുപോലെ വൾണറബിൾ എന്ന് പറഞ്ഞാലും ഒരു ദുർബല മനസ്സുള്ള ആളുകൾ, അല്ലെ. ദുർബലമായിട്ടുള്ള ആളുകൾ എന്നൊക്കെ പറയും. ദുർബലം പറഞ്ഞാൽ ദുർബലമായ മനസ്സ് എന്തും പെട്ടെന്ന് ഉൾക്കൊള്ളും, അല്ലെ. അങ്ങനെ എത്ര പെട്ടെന്നാണ് നമ്മളെ, എക്സ്പെഷ്യലി നമ്മളെ കുട്ടികൾ, അല്ലെ, എത്രത്തോളമാണ് അവരെ കഥകൾ സ്വാധീനിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് അവരെഴുതുന്ന കഥകളൊക്കെ അവർ വായിച്ച കഥകളിലുള്ള ആളുകളെ പോലെ ആവുന്നത്. അവർ ജീവിക്കുന്ന നാട്ടിൽ ഇതൊന്നുമില്ലെങ്കിലും അവരുടെ കഥാപാത്രങ്ങളും അവരുടെ കഥകളും അങ്ങനെയുള്ളതാവുന്നത് എത്രത്തോളം നമ്മൾ വായിക്കുന്ന കഥകള് കുട്ടികളെ സ്വാധീനിക്കുന്നു എന്നുള്ളതിന് ഒരു തെളിവാണ്.
because all I had read were books in which characters were foreign. കാരണം ഞാൻ വായിച്ച എല്ലാ ക്യാരക്ടറും, ഞാൻ വായിച്ച ബുക്കുകളിലെ എല്ലാ ക്യാരക്ടേഴ്സും ഫോറിൻ ആയിരുന്നു, ബ്രിട്ടീഷ് അമേരിക്കനിലെ ഫോറിൻകാരായിരുന്നു, പുറത്തുള്ള ആളുകളായിരുന്നു. I had become convinced that books by their very nature had to have foreigners in them. അല്ലെ, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം കൺവിൻസ് ചെയ്തിരുന്നു, എന്റെ മനസ്സിനെ എന്താണ് കൺവിൻസ് ചെയ്തിട്ടുള്ളത്, ബുക്സുകളിലെ ക്യാരക്ടേഴ്സും ഒക്കെ എന്താവണം, അങ്ങനെയുള്ള ആളുകളാവണം, അവരെ ക്യാരക്ടറും അവരുടെ സ്വഭാവം അവരും ആയിരിക്കണം ബുക്കിൽ ഉള്ളത് എന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. And had to be about things which I could not personally identify. ഞാൻ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത, പേഴ്സണലി എന്ന് പറഞ്ഞതാണ് കേട്ടോ, പേഴ്സണലി ഐഡന്റിഫൈ ചെയ്യാൻ, ഞാൻ ഒരിക്കലും നേരിട്ട് അനുഭവിക്കുകയോ ഞാൻ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടോ ഇല്ലാത്ത ആളുകളാവണം കഥയിൽ എഴുതുമ്പോൾ ഉണ്ടാവേണ്ടത്, ആളുകളാവണം നമ്മൾ റൈറ്റ് ചെയ്യുമ്പോൾ ബുക്കിൽ ഉണ്ടാവേണ്ടത് എന്നൊക്കെ ആയിരുന്നു ഞാൻ മനസ്സിൽ കരുതി വെച്ചിരുന്നത് എന്നാണ് അവർ ഉദ്ദേശിച്ചത്. Okay, now things changed when I discovered African book. പക്ഷെ എന്റെ ഈ ചിന്താഗതികൾ മാറി, എന്റെ ഈ ധാരണകൾ മാറി എപ്പോ I discovered African books. ഞാൻ ആഫ്രിക്കൻ ബുക്കുകൾ കണ്ടുപിടിച്ചപ്പോൾ, ഡിസ്കവേർഡ് മീൻസ് ഇവിടെ റീഡിങ് എന്നൊരു അർത്ഥമുണ്ട് കേട്ടോ. ഞാൻ ആഫ്രിക്കൻ ബുക്കുകൾ എന്നാണോ കണ്ടുപിടിക്കാൻ തുടങ്ങിയത്, ഞാൻ ആഫ്രിക്കൻ ബുക്കുകൾ എന്നാണോ വായിക്കാൻ തുടങ്ങിയത്, അതോടുകൂടി എന്റെ ഈ ധാരണ അങ്ങ് മാറി. ഏത് ധാരണ? ഫോറിനേഴ്സും ഫോറിൻ കഥാപാത്രങ്ങളും ഞാൻ കണ്ടിട്ടില്ലാത്ത അവരൊക്കെയാണ് കഥകളിലൊക്കെ വേണ്ടത്, എഴുതുമ്പോൾ വേണ്ടത് എന്നുള്ള എന്റെ ധാരണ മാറിയത് ഞാൻ ആഫ്രിക്കൻ ബുക്കുകൾ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ്. നോക്കാം. There weren't many of them available. പക്ഷേ ആഫ്രിക്കൻ ബുക്കുകൾ ഒരുപാടൊന്നും കിട്ടില്ലായിരുന്നു, ഒരുപാടൊന്നും അവൈലബിൾ അല്ല അല്ലെ, മറ്റു ബുക്കുകൾ കിട്ടുന്ന പോലെ ഒരുപാടൊന്നും നമുക്ക് ലഭിക്കില്ലായിരുന്നു. And they weren't quite as easy to find as the foreign books. അല്ലെ, ഫോറിൻ ബുക്കുകൾ കിട്ടുന്ന പോലെ അത്ര സുലഭമായിട്ട് ആ ബുക്കുകൾ നമുക്ക് കിട്ടില്ലായിരുന്നു. But when I read Chinua Achebe and Kamara Laye, അല്ലെ, ഇത് രണ്ടും ഫേമസ് ആയിട്ടുള്ള ബുക്സ് ആട്ടോ. ചിനുവ അജേബെ ആൻഡ് കമറ ലയ അല്ലെ, ഇത് ചിനുവ അഖബെ എന്ന് വായിക്കുന്നവരുണ്ട്, ആൻഡ് കമറ ലയ കേട്ടോ. ഈ രണ്ട് ബുക്കുകൾ എന്നാണോ ഞാൻ വായിച്ചത്, എപ്പോഴാണോ ഞാൻ വായിച്ചത്, ഐ റിയലൈസ്ഡ് ദാറ്റ് പീപ്പിൾ ലൈക്ക് മീ, ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, എന്നെ പോലെയുള്ള ആളുകൾ, ഗേൾസ് വിത്ത് സ്കിൻ കളർ ഓഫ് ചോക്ലേറ്റിന്റെ സ്കിൻ കളർ ഉള്ള അല്ലെ, ഒരു ചോക്ലേറ്റിന്റെ കളർ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അല്ലെ, ആ ബ്രൗണിഷ് കളർ ഉള്ള, ഹൂസ് കിങ്കി ഹെയർ പറഞ്ഞാല് നമ്മൾ ഈ ആഫ്രിക്കയിലത്തെ ആളുകളുടെ മുടി കണ്ടിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ ചുട്ടു ഭയങ്കര ചുരുളുള്ള മുടിയാട്ടോ. അത് കുഡ് നോട്ട് ഫോം പോണി ടൈൽസ് അല്ലെ, ഈ കിങ്കി ഹെയർ ഉള്ളവർക്ക് നമ്മൾ ഈ പോണി ടൈൽസ് ഉണ്ടല്ലോ, പോണി പറഞ്ഞ കുതിരവാലുണ്ട് ഉദ്ദേശിച്ചത്, അതുപോലെ അല്ലെ, അങ്ങനത്തെ ഹെയർ സ്റ്റൈലൊന്നും അവർക്ക് നടക്കില്ല, കാരണം അവരിങ്ങനെ കുഞ്ഞു ചുരുണ്ട മുടിയാ. അപ്പൊ ഇങ്ങനത്തെ ഉള്ള മനോഹരമായിട്ടുള്ള കെട്ടലൊന്നും ഉണ്ടല്ലോ, അത് അവർക്ക് നടക്കില്ല കേട്ടോ. അപ്പോ കുഡ് ഓൾസോ എക്സിറ്റ് ഇൻ ലിറ്ററേച്ചർ അല്ലെ, എന്താണ് മനസ്സിലാക്കിയത്, എന്നെ പോലെ ഇങ്ങനെ സ്കിന്നിന് ചോക്ലേറ്റിന്റെ കളറുള്ള അല്ലെ കിങ്കി ഹെയർ ഉള്ള ആളുകൾക്കും സാഹിത്യത്തിൽ സ്ഥാനമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഓക്കെ, I started to write about things I recognized. ഞാൻ എന്ത് ചെയ്തു, ഞാൻ മനസ്സിലായ കാര്യങ്ങൾ, ഞാൻ റെക്കഗ്നൈസ് ചെയ്തിട്ട് നേരിട്ട് ഞാൻ റെക്കഗ്നൈസ് ചെയ്ത കാര്യങ്ങൾ ഞാൻ എഴുതി തുടങ്ങി. ഇപ്പോഴാണ് അവർ ശരിക്ക് എഴുതാൻ തുടങ്ങിയത് അല്ലെ. സോ ഐ സ്റ്റാർട്ടഡ് ടു റൈറ്റ് അബൌട്ട് തിങ്സ് ഐ റെക്കഗ്നൈസ് അല്ലെ, ഞാൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പിന്നീട് ഞാൻ എഴുതി തുടങ്ങി. ക്ലിയർ? I love the American and British books I read. അല്ലെ, I love the American and British books I read. Okay, ഞാൻ വായിച്ച അമേരിക്കൻ ബ്രിട്ടീഷ് ബുക്കുകൾ എനിക്ക് ഇഷ്ടമാണ് അല്ലെ, അതിനെ നിഷേധിച്ച് പറയുന്നില്ല, അതെനിക്ക് ഇഷ്ടമാണ്. കാരണം they stirred my imagination and opened up a new world for me. അതാണ് അല്ലെ, ആ ബുക്ക് വായിച്ചു തുടങ്ങിയത് കൊണ്ടാണ് എനിക്ക് എന്റെ ഇമാജിനേഷൻ, എന്റെ ഭാവനയുടെ ലോകം എനിക്ക് പുറത്ത് അല്ലെ, എന്റെ ഭാവനയുടെ ലോകം തുറന്നു വിടുകയും ആൻഡ് ഓപ്പൺ അപ്പ് എ ന്യൂ വേൾഡ് ഫോർ മീ, ഒരു പുതിയ ലോകം എനിക്ക് മുമ്പ് തുറന്നു തന്നതും ഈ അമേരിക്കൻ ബ്രിട്ടീഷ് ബുക്ക് ഞാൻ വായിച്ചു തുടങ്ങിയതുകൊണ്ടാണ് അല്ലെ. അത് ആദ്യം വായിച്ചു തുടങ്ങിയപ്പോഴാണ് എഴുത്ത് തുടങ്ങിയല്ലേ, അപ്പൊ അതുകൊണ്ട് അവർ ആ ബുക്കിനെയും ഇഷ്ടപ്പെടുന്നുണ്ട്. But African writers saved me from having a single story of bad books are അല്ലെ.
പക്ഷേ ആഫ്രിക്കൻ ബുക്സുകളാണ്, ആഫ്രിക്കൻ റൈറ്റേഴ്സ് ആണ് എന്നെ രക്ഷിച്ചത്. എന്തിൽ നിന്നും? ഒരു സിംഗിൾ സ്റ്റോറി ഓഫ് വാട്ട് ബുക്സ് ആർ, അല്ലെ? ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒറ്റ കഥകളിൽ നിന്നും എന്നെ രക്ഷിച്ചത് അമേരിക്കൻ റൈറ്റേഴ്സ് ആണ്. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റ കഥകൾ പറഞ്ഞാൽ എന്താ? അവര് ഒറ്റ കഥകൾ പറഞ്ഞാല് ഒരേപോലെയുള്ള കഥകൾ, അല്ലെ? ഇപ്പൊ അവര് വായിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് അമേരിക്കൻ ബുക്കിലൊക്കെ ഒരേപോലെയുള്ള കഥാപാത്രങ്ങളാണ്, അല്ലെ? അവര് ഈ പറഞ്ഞമാതിരി ഒരേപോലെ കാലാവസ്ഥനെ കുറിച്ച്, ഒരേപോലെ ലെഷർ ടൈം അവരനുഭവിക്കുന്ന എക്സ്പ്ലോറുകൾ, ഇങ്ങനെയെല്ലാം ഒരേ പോലെയുള്ള ആ ഒറ്റപ്പെട്ട കഥകൾ, അതിനാണ് ഈ ഒറ്റ കഥകൾ എന്ന് പറയുന്നത്, അല്ലെ? അതിൽ വേറെ ഡിഫറൻഷിയേറ്റും കാണാൻ കഴിയില്ല. കാരണം അവിടെ അങ്ങനെയുള്ള ആളുകൾ, അവരുടെ സംസ്കാരം എങ്ങനെയാണ്, അവരുടെ രീതി അങ്ങനെയാണ്, അപ്പൊ അവരുടെ കഥകളും അങ്ങനെയാണ്. അപ്പൊ ഒക്കെ സിംഗിൾ സ്റ്റോറി ആയിരിക്കും, എല്ലാം ഒരേ സ്റ്റീരിയോ ടൈപ്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആ സിംഗിൾ സ്റ്റോറികളിൽ നിന്നും, അല്ലെ, ആ ഒറ്റപ്പെട്ട സ്റ്റോറികളിൽ നിന്നും എന്നെ രക്ഷിച്ചത് ഞാൻ വായിച്ച ആഫ്രിക്കൻ റൈറ്റേഴ്സ് ആണ്, അല്ലെ? അപ്പൊ തന്നെ എന്ത് ചെയ്തു? ആ സ്റ്റീരിയോ ടൈപ്സിന് മാറ്റം വരാണ്, അല്ലെ? ആഫ്രിക്കൻ റൈറ്റേഴ്സ് ആകുമ്പോ പിന്നെ അതിൽ നിന്നും തീർത്തും മാറുകയാണല്ലോ, അല്ലെ? അപ്പൊ അങ്ങനെ എന്നെ ആ സിംഗിൾ സ്റ്റോറിയിൽ നിന്ന് രക്ഷിച്ചത് ഈ ആഫ്രിക്കൻ റൈറ്റേഴ്സ് ആണ്. ഓക്കെ, I'm come from a conventional middle class Nigerian family, അല്ലെ? ഇത് സ്പീച്ച് ആണല്ലോ, അല്ലെ? അപ്പൊ അങ്ങനെ ഇടയ്ക്കൊന്ന് മാറിയൊക്കെ പോകുന്നുണ്ട്. ഇനി എന്ത് പറയാണ്? ഞാൻ വന്നത് ഒരു കൺവെൻഷണൽ ആയിട്ടില്ല. കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ റിലീജിയസ്, മതപരമായിട്ടൊക്കെ വളരെ ഒതുങ്ങിയ നല്ല കൺവെൻഷണൽ ആയിട്ടുള്ള ചില ഫാമിലികൾ ഉണ്ടാവും, അല്ലെ? അത്രത്തോളം ബ്രോഡ് മൈൻഡ് ഒന്നും അല്ലാത്ത വളരെ അവരുടെ മതപരമായിട്ടുള്ള കൺവെൻഷനുകളിലും ഒക്കെ ഒതുങ്ങി നിൽക്കുന്ന ആളുകൾ, അല്ലെ? അതാണ് കൺവെൻഷണൽ മിഡിൽ ക്ലാസ് നൈജീരിയൻ ഫാമിലി, അല്ലെ? ഞാനൊരു കൺവെൻഷണൽ മിഡിൽ ക്ലാസ്, ഭയങ്കര റിച്ച് അല്ലാത്ത, പാവപ്പെട്ടതും അല്ലാത്ത, അത്യാവശ്യം വലിയ തെറ്റില്ലാത്ത ഒരു മിഡിൽ ക്ലാസ് നൈജീരിയൻ ഫാമിലിയിലാണ് ഞാൻ വരുന്നത്. മൈ ഫാദർ വാസ് എ പ്രൊഫസർ. എന്റെ ഫാദർ എന്തായിരുന്നു? ഒരു പ്രൊഫസർ ആയിരുന്നു, അല്ലെ? അപ്പൊ വലിയ തെറ്റില്ലാത്ത സ്റ്റാൻഡിൽ ജീവിച്ചിട്ടുള്ള, അത്യാവശ്യം വലിയ റിച്ച് ആയിട്ടുള്ള ഒരു പൊസിഷനിലും ജീവിച്ചൊരു വ്യക്തി തന്നെയാണ് കേട്ടോ. മൈ ഫാദർ വാസ് എ പ്രൊഫസർ. മൈ മദർ വാസ് എൻ അഡ്മിനിസ്ട്രേഷൻ, ഒരു ഭരണാധികാരി, അല്ലെ? ആ ഒരു ഇതിൽ വർക്ക് ചെയ്ത വ്യക്തിയാണ് എന്റെ അമ്മ. ആൻഡ് സോ വി ഹാഡ് ആസ് എ നോം ലീവ് ഇൻ ഡൊമസ്റ്റിക് ഹെൽപ്പ്, അല്ലെ? അപ്പൊ അതിന്റെയൊക്കെ ഒരു മാനദണ്ഡം അനുസരിച്ച്, അല്ലെ? രണ്ടുപേരും ജോലിക്കാരാണ്. അങ്ങനെയുള്ള ഒരു നോമൊക്കെ അനുസരിച്ച് ഞങ്ങൾക്കും എന്തുണ്ടായിരുന്നു? ഒരു ഡൊമസ്റ്റിക് ഹെൽപ്പ് ഉണ്ടായിരുന്നു, അല്ലെ? ഡൊമസ്റ്റിക് ഹെൽപ്പ് പറഞ്ഞാല് വീട്ടു ജോലിക്ക് വെക്കുന്ന ഒരാള്, വീട്ടു ജോലിക്കാര് ഉണ്ടായിരുന്നു. ഹു വുഡ് ഓഫൻ കം ഫ്രം നിയർ ബൈ റൂറൽ വില്ലേജസ്, അല്ലെ? അവരധികം ഓടുന്ന വരിക ആ നൈജീരിയയിൽ അവര് താമസിക്കുന്നതിന്റെ കുറച്ച് ഉള്ളിലോട്ടായിട്ടുണ്ടാകുന്ന റൂറൽ വില്ലേജുകൾ ഉണ്ടാവുമല്ലോ, അല്ലെ? ഉള്ളേരിയകളുള്ള ആളുകൾ, അവിടെ നിന്നാണ് ഈ ജോലിക്കാര് വരുന്നത്. സോ ദ ഇയർ ഐ ടേൺഡ് 8, സോ എനിക്ക് 8 വയസ്സായപ്പോൾ വി ഗോട്ട് എ ന്യൂ ഹൗസ് ബോയ്, ഞങ്ങൾക്കൊരു പുതിയ വീട്ടു ജോലിക്കാരനെ കിട്ടി. ഒരു ആൺകുട്ടിയായിരുന്നു അത്. ഹിസ് നെയിം വാസ് ഫിഡെ. അവന്റെ പേരെന്തായിരുന്നു? ഫിഡെ എന്നായിരുന്നു. ദ ഓൺലി തിങ് മദർ ടോൾഡ് us about him was that his family was very poor. അവനെ കുറിച്ച് എന്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരേ ഒരു കാര്യം, അവൻ പാവപ്പെട്ടവനാണ്, അല്ലെ? ക്ലിയർ, അല്ലെ? വേറൊന്നും പറഞ്ഞിട്ടില്ല. അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അവൻ അതുണ്ട്, ഇതുണ്ട്, അവരങ്ങനെയാണ്, അവരുടെ ഫാമിലി, അവരുടെ കൾച്ചർ, അവരുടെ ഒന്നിനെ കുറിച്ചും എനിക്കറിയില്ല. അമ്മ എനിക്ക് ഫിഡയെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ള ഒരൊറ്റ കാര്യം, അവൻ പാവപ്പെട്ടവനാണ് എന്നുള്ളതാണ്. ഓക്കെ, മൈ മദർ സെൻഡ് യാംസ് ആൻഡ് റൈസ് ആൻഡ് അവർ ഓൾഡ് ക്ലോത്ത്സ് ടു ഹിസ് ഫാമിലി. എന്റെ അമ്മ ചേന, അരി, ഞങ്ങളുടെ പഴയ വസ്ത്രങ്ങൾ, അല്ലെ? ചേനയും അരിയും ഞങ്ങളുടെ പഴയ വസ്ത്രങ്ങളൊക്കെ അവന്റെ വീട്ടിലോട്ട് കൊടുത്തു വിടാറുണ്ടായിരുന്നു. Okay, and when I didn't finish my dinner, my mother would say, finish your food. Don't you know people like Fide's family having nothing? Okay, when I didn't finish my dinner, ഞാൻ എന്റെ ഭക്ഷണം, രാത്രി ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ my mother would say, എന്റെ അമ്മ എന്നോട് പറയാറുണ്ടായിരുന്നു, finish your food, നീ നിന്റെ ഭക്ഷണം ഫുള്ള് കഴിക്കണം. Don't you know, നിനക്കറിയില്ലേ എന്താണ്? people like Fide's family have nothing. ഫിഡയുടെ ഫാമിലിയെ പോലെയുള്ള ഒരുപാട് ആളുകൾക്ക് ഭക്ഷണമൊന്നും കിട്ടാതെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളമ്മമാര് അങ്ങനെ പറയാറുണ്ട്, അല്ലെ? ഭക്ഷണമൊക്കെ കളയുമ്പോൾ നമ്മളോടും പറയാറില്ലേ, ഒരുപാട് നാട്ടില് ഭക്ഷണം കഴിക്കാൻ കിട്ടാത്ത ഒരുപാട് പേരുണ്ട് എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ, അല്ലെ? അപ്പോ ഫിഡയുടെ ഫാമിലിയെ പോലെ ഒന്നും കിട്ടാത്ത ഒരുപാട് ഫാമിലി ഉണ്ട്. സോ നീ എന്ത് ചെയ്യ്, ആ ഭക്ഷണം കഴിക്ക് എന്ന് അമ്മ പറയാറുണ്ട്. സോ ഐ ഫെൽറ്റ് എനോമസ് പിറ്റി ഫോർ ഫിഡാസ് ഫാമിലി. അതോടുകൂടി എനിക്ക് എന്താവാണ്? എനോമസ് ആയിട്ടുള്ള വലിയൊരു പിറ്റി, ദയ തോന്നുകയാണ് ഫിഡയുടെ ഫാമിലിയോട്. ഓക്കെ, ക്ലിയർ?
The one Saturday, ഒരു ശനിയാഴ്ച, we went to his village to visit, and his mother showed us a beautifully patterned basket of dyed raffia that his brother has made. അല്ലെ, ഒരു ദിവസം ഞങ്ങൾ എന്ത് ചെയ്തു, വില്ലേജ് വിസിറ്റ് ചെയ്യാൻ പോയി അല്ലെ, ഐ മീൻ ഫിഡയുടെ വീട് വിസിറ്റ് ചെയ്യാൻ പോയി. His mother showed us a beautifully patterned basket of the dyed raffia that his brother has made. അല്ലെ, ഞങ്ങൾ ഫിദയുടെ ബ്രദർ റാഫിയ നിർമ്മിച്ച ഒരു പാറ്റേൺഡ് ബാസ്ക്കറ്റ് അല്ലെ, ഒരു അവിടെ ഉള്ള ഒരു നമ്മളിവിടെ കൊട്ടയൊക്കെ മേയുന്ന മുളകുണ്ടല്ലോ, അതേപോലെ അവിടെയുള്ള ഒരു സാധനം തായ്പായി വെച്ചിട്ട് മുടഞ്ഞിട്ടുള്ള അടിപൊളിയായിട്ട് ഭംഗിയിലുള്ള ഒരു ബാസ്ക്കറ്റ് അവന്റെ അമ്മ, ഫിഡയുടെ അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഐ വാസ് സ്റ്റാർട്ടഡ്, ഞാൻ സ്തംഭിച്ചു പോയി, അത്ഭുതപ്പെട്ടു പോയി. ഓക്കെ, ഇറ്റ് ഹാഡ് നോട്ട് occurred to me that anybody in his family could actually make something. എനിക്ക് ആരും ഇത് പറഞ്ഞു തന്നിട്ടില്ല, എനിക്കൊരിക്കലും അറിയില്ലായിരുന്നു ആ ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് നിർമ്മിക്കാൻ കഴിയുമെന്നും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവർക്ക് കഴിയുമെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. സോ ഐ ആം സ്റ്റാർട്ടിൽ, അതുകൊണ്ട് ഞാൻ എന്തായി തരിച്ചു നിൽക്കുകയാണ് അല്ലെ. സോ ദാറ്റ് ഇറ്റ് ഹാഡ് all I had heard about them was how poor they were. ഞാൻ ആകെ അവരെ കുറിച്ച് കേട്ടിരുന്ന ഒന്ന് മാത്രമായിരുന്നു, അവർ അത്രയും പാവപ്പെട്ടവരായിരുന്നു അല്ലെ. ഇത് മാത്രമേ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ദാറ്റ് ഇറ്റ് ഹാഡ് ബിക്കം ഇമ്പോസിബിൾ ഫോർ മീ ടു സീ ദം ആസ് എനിത്തിങ് എൽസ് ബട്ട് പുവർ. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസാധ്യമായിട്ടാണ് തോന്നുന്നത്. അവർക്ക് എന്തെങ്കിലുമൊക്കെ അതിൽ കൂടുതൽ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവർ പാവപ്പെട്ടവരാണ് എന്നുള്ള അപ്പുറം എനിക്കൊന്നും തന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ല. Their poverty was my single story of them. എന്റെ ഈ ഒരു അവരോടുള്ള എന്റെ ഒരേ ഒരു സിംഗിൾ സ്റ്റോറി എന്ത് മാത്രമാണ്, അവര് പൂവറാണ്, അവര് ദാരിദ്ര്യം, അവർക്ക് ദാരിദ്ര്യം അല്ലെ, പോവർട്ടി, അവരുടെ ദാരിദ്ര്യം മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്ന് എന്താ മനസ്സിലായത് മക്കളെ? ഇവിടെ ഉദ്ദേശിച്ചത് എന്താ വെച്ചാല്, നമ്മള് ചില ആളുകളെ കുറിച്ച് ഇങ്ങനെ ഒരു മുൻധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതിപ്പോ ഈ ഫിഡയുടെ അമ്മയാണ് നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ ചിമ്മമാണ്ടയുടെ അമ്മയാണ് ചിമ്മമാണ്ടയ്ക്ക് അത് പറഞ്ഞു കൊടുത്തത്. അവർ പാവപ്പെട്ടവരാണ്, അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, ഇങ്ങനെ ഇത് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ചിമ്മമാണ്ട ചെന്നപ്പോഴാണ് എന്ത് കാണുന്നത്, അവര് മനോഹരമായിട്ടുള്ള നിർമ്മിതികൾ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോ അവർക്ക് അത്രയും കഴിവുകളുണ്ട്, ഇതൊരിക്കലും പറഞ്ഞിട്ടില്ല അല്ലേ. അവർക്ക് ഒരുപാട് കഴിവുകളും അവർക്ക് ഒരുപാട് കാര്യങ്ങളും അറിയാം എന്ന് പറഞ്ഞിട്ടില്ല. അവർ വെറും പാവപ്പെട്ടവരാണ്, അവർക്കൊന്നിനും കഴിയില്ല, ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ചില ആളുകളെ കുറിച്ചും ചില നാടിനെ കുറിച്ചും നമുക്ക് കൊണ്ടുപോകാറ് അല്ലെ. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട് ചില ഇങ്ങനെ പാവപ്പെട്ട ആളുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മളോട് എപ്പോഴും നമ്മളെ ഫാമിലി ആ പാവപ്പെട്ട ആളുകളായിട്ടാണ് അവർക്ക് പൈസ കൊടുക്കുന്നത്, സഹായിക്കുന്നത് അല്ലെ. പക്ഷെ ഒന്നുണ്ടാവും, അതിന്റെ ഉള്ളിലും ഉണ്ടാവും നന്നായിട്ട് ബ്രില്യന്റ് ആയിട്ടുള്ള കുട്ടികൾ ആ വീട്ടിലുണ്ടാവും അല്ലെ. അടിപൊളിയായിട്ട് പഠിക്കുന്ന, ഭാവിക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് പഠിക്കുകയും അടിപൊളിയായിട്ടുള്ള ജോലിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ജോലി ഒരു ശമ്പളം അന്ന് സഹായിച്ച സമയത്തുള്ള പോലെ ആവില്ല, അതിലും നന്നായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും അല്ലെ. നമ്മളെ പാവപ്പെട്ടവരാണ് അറിയാം, അവരതിലും വലിയ സംഭവങ്ങളൊക്കെ നിർമ്മിച്ച് വിൽക്കാൻ കൊണ്ടേ കൊടുക്കുന്നവരായിരിക്കും അല്ലെ. അപ്പൊ എന്താണ്, നമ്മൾ ആ ഒരു പുവർ സൈഡ് മാത്രമാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഒരു സിംഗിൾ സ്റ്റോറിയാണ്. അത് ആ സിംഗിൾ സ്റ്റോറി ഏതാണ്, അവർ പാവപ്പെട്ടവരാണ്, അവർ ദരിദ്രരാണ്. പക്ഷെ അതിന്റെ അപ്പുറ സൈഡ് നമ്മൾ നോക്കുന്നില്ല. അവരിൽ ഒരുപാട് കാലിബറും അവർക്ക് ഒരുപാട് സംസാരിക്കാൻ കഴിയുന്ന, അവർക്ക് നമ്മളെക്കാട്ടിലും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരും ഒക്കെ ആ വീട്ടിലുണ്ടാവും. അത് നമ്മൾ നോക്കുന്നില്ല. നമ്മളൊന്നേ ഉള്ളൂ, അത് പാവപ്പെട്ട കുടുംബം, അത് പാവപ്പെട്ട ഫാമിലി, അത് അവരങ്ങനെ. ഇതൊരു സ്റ്റീരിയോ ടൈപ്സ് ആണ് അല്ലെ, ഒരു വൺ സിംഗിൾ സ്റ്റോറിയാണ് അല്ലെ. അതേപോലെ ഫിഡയുടെ ഫാമിലിയെ കുറിച്ച് ഈ കുട്ടിക്ക് അറിയാവുന്ന ഒരൊറ്റ കാര്യം, അത് പോവർട്ടി, പൂവറാണ്, പാവപ്പെട്ടവരാണ് എന്നായിരുന്നു. അല്ലാതെ അവരിൽ നിന്നും ഇത്രയും അടിപൊളിയായിട്ടുള്ള ബാസ്ക്കറ്റ് പോലും നിർമ്മിക്കാൻ അവിടെ കഴിവുള്ളവരുണ്ട് എന്നുള്ളത് മറ്റേ സൈഡില് കേട്ടപ്പോ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അല്ലേ. അതുപോലെ അവിടെ ഇപ്പൊ നമ്മള് പറയും, ചിലപ്പോ നമ്മള് ഇങ്ങനെ പാവപ്പെട്ട സംഭവം അങ്ങനെ പറയും, ആ വീട്ടിൽ ചിലപ്പോ അടിപൊളിയായി ജോലിയൊക്കെ വാങ്ങി PSC ഒക്കെ പഠിച്ച് അടിപൊളിയായിട്ട് ജോലിയൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു പയ്യൻ വരുമ്പോ അപ്പോഴും നമ്മള് ആ പാവപ്പെട്ട കുടുംബത്തിലെ അങ്ങനെ പറഞ്ഞ് ശീലിച്ചിട്ടുണ്ടാവും അല്ലെ. പക്ഷെ അത് അപ്പൊ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവര് റിച്ചായ, അവള് വളർന്നുമായ, അവര് വേറെ ലെവലിൽ പോയിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴും നമുക്ക് എന്തായിരുന്നു, നമ്മൾ പണ്ട് സഹായിച്ച ആ പാവപ്പെട്ട കുടുംബം അല്ലെ. അതൊരു സ്റ്റീരിയോ ടൈപ്പ് സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഫിഡയുടെ ഫാമിലി കേട്ടപ്പോഴും നമ്മുടെ റൈറ്റർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ റൈറ്ററുടെ മനസ്സിൽ എപ്പോഴും എന്താണ്, ഒരു അസെപ്ഷനേ ഉള്ളൂ, പൂവറാണ്, പാവപ്പെട്ടവരാണ്, ആകെ ദാരിദ്ര്യം പിടിച്ചവരാണ്, ഒന്നിനും കഴിയാത്തവരാണ്, ഇവരെ വീട്ടിൽ നിന്ന് ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, ഒന്നിനും കഴിയാത്ത പാവപ്പെട്ട ആളുകളാണ്, ഒരു കഴിവില്ലാത്തവരാണ്, ഇങ്ങനെ ഒരു ടൈപ്പായിരുന്നു കിട്ടിയിരുന്നത്. അപ്പൊ അതിലപ്പുറം ഒരു കഴിവ് കണ്ടപ്പോ അവർക്കത് ഷോക്കായതാണ്.
ക്ലിയർ? years later, വർഷങ്ങൾക്ക് ശേഷം, I thought, ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചു, about this when I left Nigeria to university in the United States. അല്ലെ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചു. എപ്പോൾ? I left Nigeria, ഞാൻ നൈജീരിയയിൽ നിന്നും യുണൈറ്റഡ് സ്റ്റേറ്റിലെ അമേരിക്കയിലോട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഹയർ സ്റ്റഡിക്ക് വേണ്ടി പോയപ്പോൾ ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചു. ക്ലിയർ? അപ്പൊ ഇനി നമ്മുടെ റൈറ്റർ നൈജീരിയയിൽ നിന്നും പഠന ആവശ്യത്തിന് യുണൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോവുകയാണ് കേട്ടോ, അമേരിക്കയിലോട്ട് പോവുകയാണ്. ഇനി അവിടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ക്ലിയർ? I was 90, അല്ലെ, 19 വയസ്സാണ്. മൈ അമേരിക്കൻ റൂംമേറ്റ് വാസ് ഷോക്ക്ഡ് ബൈ മീ. എന്റെ അമേരിക്കൻ റൂംമേറ്റ് എന്നെ കണ്ടപ്പോ ഷോക്കായി. അല്ലെ, ഇവിടെ വരെ പഠിക്കാൻ വന്നേക്കെ, ഒരു നൈജീരിയക്കാരി നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വന്നേക്കെ, ഈ ഒരു ഷോക്കാണ് കേട്ടോ. She asked me where I had learned to speak English so well. അവരെന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ അറിയോ എന്ന് എന്നോട് ചോദിച്ചു. And was confused when I said that Nigeria happened to have English as its official language. നൈജീരിയയിലെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞപ്പോ അവര് ഷോക്കായി പോയി. അവരത് പ്രതീക്ഷിച്ചിട്ടില്ല. അല്ലെ, അവര് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും, നമ്മുടെ റൈറ്റർ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുകയും ഞങ്ങളുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് ആണെന്ന് പറയുകയും ചെയ്തപ്പോ അവരുടെ റൂംമേറ്റ് ഷോക്കായി പോയി. ഓക്കെ, she asked if she could listen to what she called my tribal music. അവരെന്നോട് ചോദിച്ചു, നിങ്ങളുടെ ആദിവാസി മ്യൂസിക് ഒന്ന് കേൾക്കാൻ പറ്റുമോ എന്ന് അവരെന്നോട് ചോദിച്ചു. And was consequently very disappointed when I produced my tap of the Mariah Carey. അല്ലെ, ഞാൻ ഉടനെ തന്നെ നമ്മുടെ മരിയ കാരയുടെ പാട്ട് അവർക്ക് ടാപ്പിൽ വെച്ച് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തപ്പോ, കേൾപ്പിച്ചു കൊടുത്തപ്പോ അവർ പെട്ടെന്ന് അങ്ങ് ഡിസപ്പോയിന്റഡ് ആയിപ്പോ. അവരതും പ്രതീക്ഷിച്ചിട്ടില്ല. ഓക്കെ, അവരൊരു ആദിവാസി പാട്ടൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നു, പക്ഷെ അവരെക്കാട്ടിലും മനോഹരമായിട്ടുള്ള പാട്ടാണ്, അവരുടെ നാട്ടിലേക്കാളും മനോഹരമായിട്ടുള്ള പാട്ട്. അപ്പൊ അവരെന്ത് ചെയ്യാണ്? ഷോക്കാവാണ്. അല്ലെ, ഓക്കെ. She had felt sorry for me even before she saw me. അല്ലെ, അവരെന്നെ കാണുന്നത് വരെ അവർക്ക് എന്നോടുണ്ടായിരുന്നത് എന്താണ്? സഹതാപമായിരുന്നു. അവർ എന്നെ കാണുന്നത് വരെ അവർക്ക് എന്നോട് സഹതാപം എന്താണ്? അവരെന്നെ കാണുന്നവരെ ആസ് എ നൈജീരിയൻ അല്ലെങ്കിൽ ഒരു ആഫ്രിക്കക്കാരി എന്ന രീതിയിലുള്ള ഒരു സഹതാപമായിരുന്നു അവർക്ക് എന്നോടുണ്ടായിരുന്നത്. ഓക്കെ, ഹെർ ഡിഫോൾട്ട് പൊസിഷൻ ടുവേർഡ്സ് മീ. അല്ലെ, അവരുടെ ഒരു വളരെ ഒരു എന്താ പറയാ, വളരെ ദയനീയമായിട്ടുള്ള ഒരു പരിഗണനയായിരുന്നു എന്നോടുണ്ടായിരുന്നത്. ആസ് ആൻ ആഫ്രിക്കൻ, ഒരു ആഫ്രിക്കക്കാരൻ എന്ന നിലക്ക്. വാസ് എ കൈൻഡ് ഓഫ് പാട്രോസിങ് വെൽ മീനിങ് പിറ്റി. അല്ലെ, ഒരു ദയ പോലത്തെ ഒരു സഹതാപ രീതിയിലായിരുന്നു വെൽ മീനിങ് പിറ്റി. ശരിക്കും പറയാറുണ്ടെങ്കിൽ ഒരു ദയ, അല്ലെ, ഒരു കരുണ, ദയായിരുന്നു അവർക്ക് എന്നോട് എപ്പോഴും ഉണ്ടായിരുന്നത്, ഒരു ഫീൽ ചെയ്തിരുന്നത്. മൈ റൂം, അതിനുള്ള കാരണം എന്താണെന്ന് നോക്കാം. മൈ റൂംമേറ്റ് ഹാഡ് എ സിംഗിൾ സ്റ്റോറി ഓഫ് അമേരിക്ക. അതാ വീണ്ടും നമ്മുടെ സിംഗിൾ സ്റ്റോറി വന്നു. അല്ലെ, കാരണം എന്റെ റൂംമേറ്റിനെ അറിയാവുന്ന, ആഫ്രിക്കനെ കുറിച്ച് അറിയാവുന്ന ഒരേ ഒരു സിംഗിൾ സ്റ്റോറി ഉണ്ടായിരുന്നുള്ളൂ. അവിടെയാണ് പ്രശ്നം. അല്ലെ, ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ അമേരിക്കയിലുള്ള ആളുകൾക്കും അമേരിക്കയിലുള്ള വ്യക്തികൾക്കും അമേരിക്കയിലുള്ള കുട്ടികൾക്കും ഒക്കെ കിട്ടുന്ന ഐഡിയ ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്നറിയോ? നല്ല പട്ടിണിയും പാരാപ്തവും പ്രശ്നങ്ങളും, ഭക്ഷണമില്ല, വിദ്യാഭ്യാസം ഇല്ല, ആളുകളോട് സംസാരിക്കാൻ കഴിയില്ല, നിറമില്ല, ഭംഗിയില്ല, ഒരു കൾച്ചറും കാര്യങ്ങളും ഒന്നുമില്ലാത്ത നമ്മുടെ നാട്ടിലുള്ള അമേരിക്കക്കാരുടെ ദയ കാത്തു നിൽക്കുന്ന, ഇവിടെയുള്ള ആളുകൾ അങ്ങോട്ട് ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ സഹായിച്ച് അവരുടെ ദയ കാത്തു നിൽക്കുന്ന, ഒന്നിനും കഴിയാത്ത കുറെ പാവപ്പെട്ട മനുഷ്യർ എന്നുള്ള ഒരു സിംഗിൾ സ്റ്റോറി. അല്ലെ, ആ സിംഗിൾ സ്റ്റോറി മാത്രമേ ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ മറ്റൊരു വശം എപ്പോഴും ആ ഒരു ഐഡിയ, അവരെന്ത് വായിക്കുകയാണെങ്കിലും എന്ത് കാണുകയാണെങ്കിലും ഇതാണ് ആഫ്രിക്ക. അല്ലെ, ആഫ്രിക്കയിലുള്ള അവസ്ഥ ഇതാണ്, ആഫ്രിക്കക്കാർ ഇങ്ങനെയാണ്, ആഫ്രിക്കക്കാർ ഇപ്പൊ ആ വ്യക്തി ഇനി എന്ത് റൈറ്റിങ്സ് എടുത്ത് വായിച്ചു നോക്കുകയാണെങ്കിലും അവരുടെ നാട്ടിലുള്ള ഏത് റൈറ്റിങ്സും എന്ത് ന്യൂസ് എന്താവട്ടെ എന്ത് നോക്കുകയാണെങ്കിലും അവർ ആഫ്രിക്കനെ കുറിച്ച് കൊടുക്കുന്ന ഒരു ഒറ്റ സിംഗിൾ സ്റ്റോറിയെ കൊടുക്കുന്നുള്ളൂ. അത് ഞാൻ ഈ പറഞ്ഞ പോലെയാണ്. ആഫ്രിക്കയിലുള്ള ആളുകൾക്ക് ഒന്നിനും കഴിയില്ല, അവർ കുറെ മൃഗങ്ങളെയൊക്കെ കൊണ്ട് ഇങ്ങനെ ജീവിക്കുകയാണ്, കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് അവർക്കൊന്നുമില്ല, ഭക്ഷണമില്ല, പട്ടിണി, മറ്റതാ മറിച്ചതാണ്, അവർക്ക് സംസാരിക്കാൻ കഴിയില്ല, എഡ്യൂക്കേഷൻ ഇല്ല. ഇങ്ങനെയുള്ള ഒരു സിംഗിൾ ഐഡിയ ആയിരുന്നു ആ വ്യക്തിയുടെ റൂംമേറ്റിന് ഉണ്ടായിരുന്നത് ആഫ്രിക്കനെ കുറിച്ച്.
അല്ലെ. പക്ഷെ നമ്മുടെ നൈജീരിയയിലെ ഈ പോയിട്ടുള്ള നമ്മുടെ ചിമ്മമാന്റെ എന്തായിരുന്നു, വലിയ തെറ്റില്ലാത്ത രീതിക്ക് സാമ്പത്തിക ശേഷിയുള്ള ഫാമിലി ആയിരുന്നു. നന്ന ചെറവറ എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാം കൊണ്ടും ക്വാളിഫൈഡ് ആണ് അല്ലെ. ഇത് അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അവർ കണ്ടിട്ടുള്ള ആഫ്രിക്കയിലുള്ള ആളുകൾ അങ്ങനെയല്ലായിരുന്നു. കാരണം അവർ കണ്ടിട്ടുള്ളത് സിംഗിൾ സ്റ്റോറി ആയിരുന്നു. ക്ലിയർ? ഇൻ ദി സിംഗിൾ സ്റ്റോറി അവർ കണ്ടിട്ടുള്ള ആ സിംഗിൾ സ്റ്റോറിയിൽ എന്തായിരുന്നു ആഫ്രിക്കനെ കുറിച്ച് അവർക്ക് അറിയായിരുന്നത്? ദർ വാസ് നോ പോസിബിലിറ്റി ഓഫ് ആഫ്രിക്കൻ ബീയിങ് സിമിലർ ടു ഹർ ഇൻ എനി വേ അല്ലെ. ഒരിക്കലും അവരെ പോലെ ആവാനുള്ള ഒരു സാധ്യതയും ആഫ്രിക്കക്കാർക്ക് ഇല്ലായിരുന്നില്ല അവർ വായിച്ച ബുക്കുകളിൽ, അല്ലെങ്കിൽ അവർ കണ്ട സിംഗിൾ സ്റ്റോറിയിൽ. നോ പോസിബിലിറ്റി ഓഫ് ഫീലിംഗ്സ് മോർ കോംപ്ലക്സ് ദാൻ പിറ്റി അല്ലെ. പിറ്റി അല്ലാതെ, കരുണയല്ലാതെ വേറൊരു ഫീലിംഗും അവരോട് തോന്നുന്ന രീതിയിലുള്ള ഒരു സാധ്യതയും അവർ കണ്ട സിംഗിൾ സ്റ്റോറിയിൽ ഇല്ല. അല്ലാതെ അവരെ കുറിച്ച് ഒരു ബഹുമാനിക്കാൻ തോന്നിയേ അല്ലെങ്കിൽ അവരോട് കുറച്ച് അഭിമാനം തോന്നുന്ന ഒന്നും തന്നെ അവരുടെ സിംഗിൾ സ്റ്റോറിയിൽ ഇല്ല. അവർ പഠിച്ച സിംഗിൾ സ്റ്റോറിയിൽ ആകെ ഉള്ളത് എന്തായിരുന്നു? അവരോട് തോന്നിക്കാനുള്ള ഇമോഷൻ പിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരോട് എപ്പോഴും ദയ സിമ്പതി മാത്രമേ തോന്നുള്ളായിരുന്നു. കാരണം അങ്ങനെയുള്ള ഒരു ഐഡിയ ആണ് ആഫ്രിക്കനെ കുറിച്ച് അവർക്കറിയാവുന്നത്. നോ പോസിബിലിറ്റി ഓഫ് ദ കണക്ഷൻ ഓഫ് ഹ്യൂമൻ ഈക്വൽസ് അല്ലെ. മനുഷ്യത്വ ഈക്വലിനുള്ള അല്ലെ, എല്ലാവരും ഈക്വൽ ആണ് എന്നുള്ള അല്ലെ, മനുഷ്യ സമത്വത്തെ കുറിച്ചുള്ള ഒരു സാധ്യതയില്ലായിരുന്നു. കാരണം ഇവരും 100% വേറെ തന്നെയായിരുന്നു. കാരണം ഇവരുടെ ലിവിങ് സ്റ്റൈലും ഇവരുടെ ചിന്താഗതിയും ഇവരുടെ എഡ്യൂക്കേഷനും ഇവരുടെ എല്ലാം എന്തായിരുന്നു? ഹൈ ആയിരുന്നു അല്ലെ. ഈ യുണൈറ്റഡ് സ്റ്റേറ്റിലുള്ള ആളുകളെ. എന്നാ ആഫ്രിക്കക്കാരതോ എല്ലാം ലോ ആയിരുന്നു. അവർ വായിച്ചിട്ടുള്ള സിംഗിൾ സ്റ്റോറി അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർക്കൊരു ഈക്വൽ ഹ്യൂമനിറ്റി കാണാൻ സാധിക്കില്ലായിരുന്നു. അവർക്ക് പിറ്റിയല്ലാതെ വേറൊരു ഇമോഷനും ആ സിംഗിൾ സ്റ്റോറിയിലൂടെ അവർക്ക് കൊടുക്കാനില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. I must say that before I went to US, I didn't consciously identify as an African. ഒരു സത്യം അല്ലെ, ശരിക്കും ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത്? എന്താണ്? I must say that before I went to US, USA പോകുന്നതിന് മുമ്പ് വരെ, USA എത്തുന്നതിന് മുമ്പ് വരെ ഞാനൊരു ആഫ്രിക്കക്കാരിയാണെന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നിട്ടില്ലായിരുന്നു. US പോകുന്നവരെ ഞാനൊരു ആഫ്രിക്കക്കാരിയാണ് എന്നുള്ള ഒരു ചിന്ത, ഒരു തോട്ടോ എന്നിൽ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. ബട്ട് ഇൻ US whenever Africa came up, people turned. പക്ഷെ US എത്തിയപ്പോൾ ആഫ്രിക്ക എന്ന് പറയുന്നത് എപ്പോഴൊക്കെ വരുമോ, ആഫ്രിക്കയുടെ എന്ന പേര് എപ്പോഴൊക്കെ കേൾക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ആളുകൾ എന്ത് ചെയ്യും? പീപ്പിൾ ടേൺ ടു, ആളുകൾ എന്നെ നോക്കും അല്ലേ. അവിടെ പഠിക്കാൻ പോകുമ്പോൾ അവരുടെ പല സാഹചര്യങ്ങളിലും അവർ ആഫ്രിക്കനെ കുറിച്ച് പറയേ എങ്ങനെ ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ ആളുകളൊക്കെ എന്ത് ചെയ്യും? അവര് ഇങ്ങനെ നോക്കും. ഓക്കെ, I did come to embrace this new identity and in many ways I think of myself now in Africa അല്ലെ. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി I did come to embrace this new identity. സ്വാഭാവികമായിട്ടും ഞാനും എൻ്റെ ആ പുതിയ ഐഡന്റിറ്റിയിലെ എനിക്ക് അവരെല്ലാരും കൂടെ ചേർത്ത് തന്നിട്ടുള്ള ആ ഒരു പുതിയ ഐഡന്റിറ്റി ഞാനും ചേർത്ത് പിടിക്കാൻ തുടങ്ങി സ്വാഭാവികമായപ്പോൾ. and in many ways I think of myself now in Africa. ഇനി പല സാഹചര്യങ്ങൾ വരുമ്പോഴും പല സിറ്റുവേഷൻ വരുമ്പോഴും ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ഞാനൊരു ആഫ്രിക്കക്കാരനാണ് അല്ലെങ്കിൽ ഞാനൊരു ആഫ്രിക്കക്കാരിയാണ് എന്നുള്ളത്. ഓക്കെ, ഓൾദോ ഐ സ്റ്റിൽ ഗെറ്റ് ക്വിറ്റ് ഇറിറ്റബിൾ വെൻ ആഫ്രിക്ക ഇസ് റിഫേർഡ് ആസ് എ കൺട്രി അല്ലേ. മാത്രമല്ല മനസ്സിലൊരു ബുദ്ധിമുട്ടും വിഷമവും ഇങ്ങനെയുള്ള ഒരു ഇറിറ്റബിൾ ഒക്കെ വന്നു തുടങ്ങി. ഞാനൊരു ആഫ്രിക്കക്കാരിയാണെന്നുള്ള പരിഗണനയുള്ള ആ ഒരു രാജ്യത്തെ റെഫർ ചെയ്യുമ്പോൾ എനിക്ക് വന്നു തുടങ്ങി. ഓക്കെ, after I had spent some years in the US as an African, I began to understand my roommate's response to me. ഞാൻ US ഒരു ആഫ്രിക്കക്കാരിയായിട്ട് ഒരുപാട് വർഷം സ്പെൻഡ് ചെയ്തപ്പോൾ ബിഗൻ ടു അണ്ടർസ്റ്റാൻഡ് മൈ റൂംമേറ്റ്സ് റെസ്പോൺസ് ടു മീ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്റെ റൂംമേറ്റ്സിന്റെ കൂടെ നിന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അവരെന്നെ എങ്ങനെയാണ് പരിഗണിക്കുന്നത്, അവരെങ്ങനെയാണ് എന്നെ കാണുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി തുടങ്ങി. എങ്ങനെയാണ്? ഇഫ് ഐ ഹാഡ് നോട്ട് ഗ്രോൺ അപ്പ് ഇൻ നൈജീരിയ, ഞാൻ നൈജീരിയയിൽ ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഇഫ് ഐ ന്യൂ അബൌട്ട് ആഫ്രിക്ക വേർ ഫ്രം പോപ്പുലർ ഇമാജസ്, ഞാനൊരു പക്ഷെ നൈജീരിയയിൽ ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും ആഫ്രിക്കയെ കുറിച്ച് ഇങ്ങനെയുള്ള പൊതുവെയുള്ള ഇമേജുകളിൽ നിന്നും ഞാനും ഒരു പക്ഷെ ആഫ്രിക്കയെ കുറിച്ച് അങ്ങനെ തന്നെ ചിന്തിച്ചേനെ.
ഓക്കെ, ഇവിടെ റൂംമേറ്റ് ചിന്തിച്ച പോലെ തന്നെ ഒരു പക്ഷേ ഞാനും ചിന്തിച്ചേനെ, ഞാൻ നൈജീരിയയിൽ ജനിച്ച് വളർന്നിട്ടില്ല എന്ന്, അല്ലെങ്കിൽ ഞാൻ ആഫ്രിക്കയിൽ ജനിച്ചിട്ടില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഞാനും ഇവരൊക്കെ ഈ US-ലുള്ള ആളുകൾ ചിന്തിക്കുന്നത് പോലെ തന്നെ എന്റെ നാടിനെ കുറിച്ച്, എന്റെ ആഫ്രിക്കയെ കുറിച്ച് ഞാനും അങ്ങനെ ഒരു തെറ്റായ ചിന്ത ചിന്തിച്ചേനെ. ഓക്കെ, I too would think that Africa was a place of beautiful landscape. അല്ലെ, ഇവരെങ്ങനെയാണ് ചിന്തിച്ച് വെച്ചിട്ടുള്ളത് നോക്കാം. ഞാനും ചിന്തിച്ചേനെ ആഫ്രിക്ക എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള പ്ലേസുകളുള്ള, സ്ഥലങ്ങളുള്ള ഒരു സ്ഥലമാണ്. ബ്യൂട്ടിഫുൾ അനിമൽസ്, ഭംഗിയുള്ള മൃഗങ്ങളുണ്ട്. ആൻഡ് ഇൻകോംപ്രിഹെൻസിബിൾ പീപ്പിൾ അൺഏബിൾ ടു സ്പീക്ക്, എന്താണ്, മര്യാദക്കൊന്ന് സംസാരിക്കാൻ പോലും കഴിവില്ലാത്ത, അങ്ങേയറ്റം അതിന് പോലും കഴിയാത്ത, അല്ലെ, മര്യാദക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ പോലും കഴിയാത്തെന്ന് പറഞ്ഞാൽ എന്താ, വിദ്യാഭ്യാസമില്ലാത്ത, അല്ലെ, മര്യാദക്ക് ആളുകളോട് സംസാരിക്കാൻ പോലും കഴിയാത്ത, ഫോർ ദംസെൽഫ്, പരസ്പരം അല്ലെ സ്വയം ഒന്ന് നല്ല രീതിക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത, ആൻഡ് വെയിറ്റിംഗ് ടു ബി സേവ്ഡ് ബൈ എ കൈൻഡ് ഓഫ് വൈറ്റ് ഫോറിനേഴ്സ്, അല്ലെ, വൈറ്റ് ഫോറിനേഴ്സിന്റെ ദയ കാത്തു നിൽക്കുന്ന, അവർ വന്ന് ഞങ്ങളെ സഹായിക്കും എന്നുള്ള അവരുടെ കരുണയും ദയയും കാത്തു നിൽക്കുന്ന ആളുകളാണ് ആഫ്രിക്കയിലുള്ളത് എന്ന് ഞാനും ചിന്തിച്ചേനെ. ക്ലിയർ? ഇത്രയാണ് ഇവർക്ക് കിട്ടുന്ന സിംഗിൾ സ്റ്റോറി. US-ലുള്ള ആളുകൾക്ക് ആഫ്രിക്കയെ കുറിച്ച് അറിയാവുന്ന കാര്യം ഇതാണ്. അതുകൊണ്ടാണ് അവർ നമ്മുടെ റൈറ്ററെയും വളരെ ദയനീയമായിട്ട് നോക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ക്ലാസ്മേറ്റ് റൈറ്ററെ കാണുമ്പോൾ അത്ഭുതപ്പെടുന്നത്. കാരണം അവർക്ക് കിട്ടുന്ന ഐഡിയ ഇതാണ്, വളരെ മനോഹരമായിട്ടുള്ള നാടാണ്, നല്ല മൃഗങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവിടെയുള്ള ആളുകൾക്കൊന്നും സംസാരിക്കാൻ പോലും കഴിയില്ല. ഐ മീൻ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആളുകളാണ്, പുറം ലോകമായിട്ട് പരിചയമില്ലാത്ത ആളുകളാണ്. അതുപോലെ തന്നെ അവിടെയുള്ള നമ്മുടെ US-ലൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ, അപ്പൊ ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ ദയ കാത്തു നിൽക്കുന്ന ആളുകളാണ് ആഫ്രിക്കയിലുള്ളത്. ഇതൊക്കെയാണ് അവരുടെ ചിന്താഗതി. അപ്പൊ റൈറ്റർ പറയുന്നത് എന്താണ്, ഞാനൊരു പക്ഷെ നൈജീരിയയിൽ ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, ആഫ്രിക്കയിൽ ജനിച്ചിട്ടില്ലെങ്കിൽ ഞാനും ഇങ്ങനെ തെറ്റിദ്ധരിച്ചേനെ, അല്ലെ, ഞാനും ഈ ഒരു സിംഗിൾ സ്റ്റോറി വിശ്വസിച്ചേനെ എന്നാണ്, അല്ലെ. I would see Africans in the same way that I had a child had seen Fida's family. എങ്ങനെയാണ് മക്കളെ, I would see Africa in the same way, ഞാനും ആഫ്രിക്കയെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചേനെ. എങ്ങനെ? ചെറുപ്പത്തിൽ ഞാൻ ഫിഡയുടെ ഫാമിലിയെ കുറിച്ച് ചിന്തിച്ച പോലെ. ഇപ്പൊ മനസ്സിലായ ഫിഡയുടെ ഫാമിലിയോട് കണക്ഷൻ എങ്ങനെ പോകുന്നത്? നമ്മുടെ റൈറ്റർ ഫിഡയുടെ ഫാമിലിയെ കുറിച്ച് സിംഗിൾ സ്റ്റോറി ആയിരുന്നു മനസ്സിൽ വെച്ചിരുന്നത്. എന്താണ്? ഫിഡയുടെ ഫാമിലി എന്താണ്? പാവപ്പെട്ട ഫാമിലിയാണ്, ദാരിദ്ര്യമാണ്. ഇങ്ങനെ ഒരു സിംഗിൾ സ്റ്റോറി നമ്മുടെ റൈറ്റർ ഫിഡയുടെ ഫാമിലിയെ കുറിച്ച് ചിന്തിച്ചതുപോലെ ഇപ്പൊ US-ലുള്ള ആളുകള് നമ്മുടെ റൈറ്ററെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ്? ഈ ഫിഡയുടെ ഫാമിലിയെ പോലെ തന്നെയാണ് റൈറ്റർ, അല്ലെ, പാവപ്പെട്ടാണ്, വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു ആഫ്രിക്കൻകാരിയാണ് എന്ന് ചിന്തിക്കുകയാണ്, അല്ലെ. സംസാരിക്കാൻ കഴിയാത്ത, ഒന്നിനും കഴിയാത്ത, മറ്റുള്ളവരുടെ ദയ കാത്തു നിൽക്കുന്ന ഒരു ആഫ്രിക്കക്കാരിയായിട്ടാണ് ഇപ്പൊ നൈജീരിയക്കാരിയായിട്ടുള്ള ഈ റൈറ്ററെ കുറിച്ച് ചിന്തിക്കുന്നത്. റൈറ്റർ പണ്ട് ഫിഡയുടെ ഫാമിലിയെ കുറിച്ച് പോലെ ചിന്തിച്ച പോലെ ഇപ്പൊ US-ലുള്ള ആളുകള് റൈറ്ററെ കുറിച്ച്, ഐ മീൻ ആഫ്രിക്കക്കാരെ കുറിച്ച് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. എല്ലാം ഒരു സിംഗിൾ സ്റ്റോറിയുടെ പ്രശ്നമാണല്ലേ മക്കളെ. നോക്കാം. I began to realize that my American roommate must have throughout her life seen and heard different version of this single story. I began to realize that my American roommate must have throughout her life seen and heard different version of the single story. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എന്റെ അമേരിക്കക്കാരി ആയിട്ടുള്ള എന്റെ റൂംമേറ്റ്സ്, എന്റെ റൂമിൽ എന്റെ ഷെയർ ചെയ്യുന്ന എന്റെ റൂംമേറ്റ്സ് മനസ്സിലാക്കിയതും കേട്ടതും കണ്ടതുമായിട്ടുള്ളത് എന്താണ്? ഒരു സിംഗിൾ സ്റ്റോറി മാത്രമാണ്. പക്ഷെ അതിന്റെ ഡിഫറെന്റ് വേർഷൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അവരൊരു പക്ഷേ ഒരു ഇമേജ് കണ്ടിട്ടുണ്ടാവും, പിന്നെ അവരൊരു ബുക്കിലൂടെ കണ്ടിട്ടുണ്ടാവും, പിന്നെ അവരെന്തെങ്കിലും റിപ്പോർട്ടിലൂടെ കേട്ടിട്ടുണ്ടാവും, അങ്ങനെ എന്തെങ്കിലും റൈറ്റിങ്ങിലൂടെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതൊക്കെ എന്താണ് കാണുന്നത്? ആഫ്രിക്കനെ കുറിച്ചുള്ള ഒരു ബുക്ക് വായിച്ചു, പിന്നെ വേറൊരു ബുക്ക് വായിച്ചു, ഒരു പേപ്പറിൽ ആഫ്രിക്കനെ കുറിച്ച് വായിച്ചു, ഒരു ന്യൂസ് പേപ്പറിൽ ആഫ്രിക്കനെ കുറിച്ച്, അല്ല ഒരു TV-യിൽ റിപ്പോർട്ടർ ആഫ്രിക്കനെ കുറിച്ച് കേട്ടു, അങ്ങനെ മറ്റൊരാൾ പറയുന്നത് ആഫ്രിക്കനെ കുറിച്ച് കേട്ടു, ഇനി അവർ കുറച്ച് പിക്ചറുകൾ TV-യിൽ കുറച്ച് ഫിലിം ആഫ്രിക്കനെ കുറിച്ച് കണ്ടു. എല്ലാം എന്തായിരുന്നു? സിംഗിൾ സ്റ്റോറി ആയിരുന്നു. പക്ഷെ എല്ലാം അതിന്റെ ഡിഫറെന്റ് വേർഷൻ ആയിരുന്നു. ഡിഫറെന്റ് വേർഷൻ, അല്ലെ, വേറെ വേറെ രീതിയിലുള്ള സിംഗിൾ സ്റ്റോറി. എങ്ങനെ വന്നാലും ഒരു കാര്യം പറയുന്നുള്ളൂ, അവരുടെ ദയനീയാവസ്ഥ തന്നെ കാണിക്കുന്നുള്ളൂ, അല്ലെ. അവര് എങ്ങനെ എന്തൊക്കെ അവര് കേട്ടിട്ടുണ്ടാവും ആ റൂംമേറ്റ്സ്, പക്ഷെ കേട്ടതൊക്കെ എന്താ? ഒറ്റ കാര്യം, അത് ഡിഫറെന്റ് ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ. പറഞ്ഞു വരുമ്പോ വീണ്ടും ആഫ്രിക്കയെ ആ ഒരു ലെവൽ താത്തിയിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് റൂംമേറ്റ്സ് കണ്ടിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. ഓക്കെ,
A professor once told me that my novel was not a authentically African. അല്ലെ, ഒരിക്കൽ എന്റെ പ്രൊഫസർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എഴുതുന്ന നോവലുകളൊന്നും ഒതന്റിക്കലി ആഫ്രിക്കൻ, അതൊന്നും പരിപൂർണമായിട്ടും അല്ലെങ്കിൽ ആധികാരികമായിട്ട് അത് ആഫ്രിക്കൻ നോവലുകളല്ല. ഓക്കെ, നമ്മുടെ റൈറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? റൈറ്റർ ചെറുപ്പം മുതൽ എഴുതുന്ന ആളാണല്ലോ അല്ലെ. അപ്പൊ അവിടെ US റൈറ്റർ പഠിക്കാൻ പോകുമ്പോൾ റൈറ്റർ വർക്കുകൾ എഴുതുന്നുണ്ട്, നോവലുകൾ, സ്റ്റോറീസ് എഴുതുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള ഒരു അമേരിക്കൻ പ്രൊഫസർ ഇവരുടെ വർക്കുകൾ വായിച്ചിട്ട് പറയാണ്, നീ എഴുതുന്നൊന്നും ആഫ്രിക്കയിലുള്ള ആളെ കുറിച്ചല്ല, കാരണം അവര് കണ്ടിട്ട് ആഫ്രിക്കയെ കുറിച്ചാണ് അവരെഴുതുന്നത് അല്ലെ. ഇവരുടെ മനസ്സിലുള്ള ആഫ്രിക്ക എന്താണ്? അത് ദരിദ്രം പിടിച്ച, വിദ്യാഭ്യാസം ഇല്ലാത്ത, ബുദ്ധിമുട്ട് ജീവിക്കുന്ന ആളുകളുടെ ആഫ്രിക്കയാണ് അവർക്ക് അറിയാവുന്നത്. പക്ഷെ നമ്മുടെ റൈറ്റർ എഴുതുന്ന ആഫ്രിക്ക എന്താണ്? അവര് കണ്ടിട്ടുള്ള മനോഹരമായിട്ടുള്ള ആഫ്രിക്കയാണ്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സിംഗിൾ സ്റ്റോറിയെ മാത്രം മനസ്സിൽ വെച്ചിട്ടുള്ള പ്രൊഫസർ എന്ത് പറഞ്ഞു? നീ എഴുതുന്ന ആഫ്രിക്കൻ നീ എഴുതുന്ന കഥകളൊന്നും ഒതന്റിക്കലി ആധികാരികമായിട്ട് അതൊന്നും ആഫ്രിക്കൻ കഥകളല്ല എന്ന് പറഞ്ഞു. ഓക്കെ, I didn't know what African authentically was. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു ശരിക്ക് ആധികാരികമായിട്ട് ആഫ്രിക്കക്കാർ എങ്ങനെയാണ് എന്നുള്ളത്. The professor told me that my characters were too much like him. എന്റെ പ്രൊഫസർ പറഞ്ഞു, ഞാൻ എഴുതുന്ന ബുക്കിലെ കഥാപാത്രങ്ങളൊക്കെ അദ്ദേഹത്തെ പോലെ ഉണ്ട് എന്ന്. ഓക്കെ, ആൻഡ് എഡ്യൂക്കേറ്റഡ്, വിദ്യാഭ്യാസം ഉണ്ട് അല്ലെ, അവർ എഴുതുന്ന കഥാപാത്രങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്. ആൻഡ് മിഡിൽ ക്ലാസ് മാൻ, എല്ലാവരും സാധാരണ മിഡിൽ ക്ലാസ് ആളുകളെ കാണുന്നുണ്ട്. മൈ ക്യാരക്ടേഴ്സ് ഡ്രോവ് കാർ, എന്റെ ക്യാരക്ടേഴ്സ് കാർ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ദേ വർ നോട്ട് സ്റ്റാർവിങ്, അവര് പട്ടിണി ഇല്ല, അവർക്ക് പട്ടിണി അനുഭവിക്കുന്നില്ല. therefore they were not in authentically African. സ്വാഭാവികമായിട്ടും അപ്പൊ അവരെന്തല്ല, ആഫ്രിക്കക്കാരല്ല. ക്ലിയർ? അപ്പോ ഇവിടെ പ്രൊഫസറുടെ മനസ്സിലുള്ള ആഫ്രിക്കക്കാരെന്താണ്? പട്ടിണിയും പ്രശ്നങ്ങളും അനുഭവിക്കുന്നവര്, കാർ വാഹനം ഓടിക്കാൻ കഴിയാത്തവര് അല്ലെ, ഒരു പറ്റ ദാരിദ്ര്യം പിടിച്ച മിഡിൽ ക്ലാസ് ഫാമിലിക്കാരല്ല, പറ്റ ദാരിദ്ര്യം പിടിച്ച ആളുകളാണ്, അവർക്ക് വിദ്യാഭ്യാസമില്ല. ഇതാണ് നമ്മുടെ US ആ പ്രൊഫസർക്ക് അറിയാവുന്ന ആഫ്രിക്ക. പക്ഷെ നമ്മുടെ റൈറ്റർക്ക് അറിയാവുന്നത് എന്താണ്? റൈറ്റർ ജീവിച്ച ആഫ്രിക്കയിൽ ഇതൊന്നുമല്ല. അവിടെ വിദ്യാഭ്യാസം ഉണ്ട്, അവിടെയുള്ള ആളുകൾ വണ്ടി ഓടിക്കുന്നുണ്ട്, കാരണം അവരുടെ അച്ഛനും അമ്മയൊക്കെ പ്രൊഫസറും കാര്യങ്ങളായിരുന്നു. അവരവിടെ ജീവിച്ചപ്പോൾ വണ്ടി ഓടിക്കുന്നുണ്ട്, അവിടെ പട്ടിണിയില്ല, അവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇതാണ് ശരിക്കുള്ള ആഫ്രിക്ക. പക്ഷെ US ആളുകൾക്ക് എഴുതി വെച്ചിരിക്കുന്ന ആഫ്രിക്ക ഇതൊന്നും അല്ലായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ റൈറ്റർ എഴുതുമ്പോൾ ആ US ആള് പറയുകയാണെങ്കിൽ, നീ ഇവിടെയുള്ള ആളുകൾ പോലെ എഴുതുന്ന പോലെയുള്ള ക്യാരക്ടറാണ് ഇന്ത്യയിലുള്ളത്, അത് ആഫ്രിക്കയിലുള്ള ആളുകളുടെ ക്യാരക്ടർ അല്ല എന്നുള്ളത് അവരോട് പറയുകയാണ്. ക്ലിയർ? When I learned some years ago that writers were expected to have had really unhappy childhood to be successful. ഒരു കാര്യം പിന്നീട് ഞാൻ മനസ്സിലാക്കി. എന്താണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത്? When I learned some years, കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യം, ആളുകൾ നല്ല അടിപൊളിയായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആണ് എന്നുണ്ടെങ്കിൽ ആളുകൾ എന്ത് പ്രതീക്ഷിക്കാണ്? അവർക്ക് നല്ല ഒരു അൺഹാപ്പി ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ്, വളരെ മോശപ്പെട്ട ഒരു ചെറുപ്പകാലം അവർക്കുണ്ടാവണം, എന്നാലോട് നല്ല റൈറ്റർ ആവാം. ഇതൊരു തെറ്റിദ്ധാരണ അല്ലെ, ഇതൊരു സ്റ്റീരിയോ ടൈപ്സ് ആണ് അല്ലെ, ഇതും ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് സ്റ്റീരിയോ ടൈപ്പുകളെ കുറിച്ചാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. ഇപ്പം ഒരു ആഫ്രിക്കൻ സ്റ്റീരിയോ ടൈപ്പ് പറഞ്ഞ ശരിക്കും അടുത്താണിത്. എന്താണ്? ഒരു നല്ല എഴുത്തുകാരനോ ഒരു നല്ല എഴുത്തുകാരിയോ ആവണം എന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ബാഡ് ആയിട്ടുള്ള, വലിയ മെച്ചമില്ലാത്ത, വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ചൈൽഡ്ഹുഡ് ഉണ്ടെങ്കിൽ മാത്രമേ അവരൊരു നല്ല റൈറ്റർ ആവുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതിയും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാണ്. ഓക്കെ, I began to think about how I could invent horrible things my parents have done to me. അതുകൊണ്ട് തന്നെ അവർ ചിന്തിക്കുകയാണ്, ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. എന്റെ പാരന്റ്സ് എന്നോട് ചെയ്ത വളരെ മോശപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ഉണ്ടാവണമല്ലോ, ഞാൻ നല്ല റൈറ്റർ ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ചൈൽഡ്ഹുഡ് വേണം എന്നാണല്ലോ ആളുകളുടെ ധാരണ. അപ്പൊ എനിക്കൊരു നല്ല റൈറ്റർ ആവണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ബാഡ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ഉള്ള അറ്റ്മോസ്ഫിയർ വേണം. അപ്പൊ എന്റെ അച്ഛനും അമ്മയും എന്നോട് ബാഡ് ആയിട്ട് പെരുമാറിയിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ചിന്തിക്കുകയാണ്, ആ ഭയാനകരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടോ എന്ന്. ബട്ട് ദ ട്രൂത്ത് ഈസ് ദാറ്റ് ഐ ഹാഡ് എ വെരി ഹാപ്പി ചൈൽഡ്ഹുഡ്. പക്ഷെ ഒരു കാര്യം എന്താണ്, പക്ഷെ സത്യം എന്തായിരുന്നു? വളരെ മനോഹരമായിട്ടുള്ള സന്തോഷമുള്ള ഒരു ചൈൽഡ്ഹുഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഫുൾ ഓഫ് ലോഫർ ആൻഡ് ലവ് അല്ലെ, നിറയെ പുഞ്ചിരിയും സന്തോഷവും സ്നേഹവും.
ഇൻ എ വെരി ക്ലോസ് നീറ്റ് ഫാമിലി, വളരെ കൂട്ടിപ്പിടുത്തമുള്ള ഫാമിലി, വളരെ വിളവ് അടുപ്പമുള്ള, വളരെ സ്നേഹമുള്ള, സന്തോഷമുള്ള ഒരു ഫാമിലി ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പൊ റൈറ്റർ ആ ഒരു സിംഗിൾ സ്റ്റോറിയും തിരുത്തുകയാണ് അല്ലെ. ഇതും ഒരു സിംഗിൾ സ്റ്റോറിയാണ് കേട്ടോ. ആളുകളുടെ ഒരു ധാരണയാണ്. എന്താണ് അന്നത്തെ കാലത്ത് ആളുകൾ, അന്നത്തെ അല്ല ഇപ്പോഴും ഉണ്ടല്ലേ അങ്ങനെയൊക്കെ. അപ്പൊ അന്നത്തെ കാലത്ത് ഉള്ള ആളുകളുടെ ഒരു ധാരണയായിരുന്നു ഒരു നല്ല റൈറ്റർ, ഒരു നല്ല എഴുത്തുകാരനാവണമെങ്കിൽ അയാൾക്ക് ഒരു ബാഡ് ആയിട്ടുള്ള മോശപ്പെട്ട ചൈൽഡ്ഹുഡ്, ഒരു കുട്ടിക്കാലം ഉണ്ടാവണം എന്നുള്ളത്. അപ്പോൾ നമ്മളെ റൈറ്റർ ചിന്തിക്കാണ് എനിക്ക് അങ്ങനത്തെ മോശപ്പെട്ട ഭയാനകരമായിട്ട് കുട്ടിക്കാലം ഉണ്ടോ? ഇല്ല. കാരണം എന്റേത് വളരെ സന്തോഷമുള്ള ഫാമിലി ആയിരുന്നു, വളരെ സ്നേഹവും സന്തോഷവും മാത്രമുള്ള നല്ലൊരു ഫാമിലി ആയിരുന്നു എന്നുള്ളത് അല്ലെ. അപ്പൊ അവിടെയും ഒരു സിംഗിൾ സ്റ്റോറി ഉണ്ടായിരുന്നു അല്ലെ. അതും ഈ റൈറ്റർ എന്താണ് തെറ്റാണെന്ന് പറയുകയാണ് കേട്ടോ. But I also had grandfathers who died in refugee campus. അല്ലെ, എന്താണ് refugee campus എന്ന് പറഞ്ഞാൽ? പക്ഷെ എനിക്ക് ഒന്നും ഉണ്ടായിരുന്നു അല്ലെ. ചെറുപ്പത്തിൽ എന്റെ കുട്ടിക്കാലം മനോഹരായിരുന്നെങ്കിലും കുറച്ചൊക്കെ പറയാനുണ്ട്. എന്റെ ഒരു ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നു. എന്ത്, അഭയാർത്ഥി ക്യാമ്പിൽ മരിച്ചുപോയ ഒരു ഗ്രാൻഡ് ഫാദർ എനിക്കുണ്ടായിരുന്നു. മൈ കസിൻ പോളി ഡൈഡ് ബിക്കോസ് ഹി കുഡ് നോട്ട് ഗെറ്റ് അഡിക്വേറ്റ് ഹെൽത്ത് കെയർ അല്ലെ. കറക്റ്റ് ആയിട്ടുള്ള ചികിത്സ ലഭിക്കാത്തതുകൊണ്ട് മരിച്ചുപോയ പോളി എന്ന് പറയുന്ന ഒരു കസിൻ എനിക്കുണ്ടായിരുന്നു അല്ലെ. ഒരു കുടുംബക്കാരൻ എനിക്കുണ്ടായിരുന്നു. കറക്റ്റ് സമയത്ത് എന്താ പറയാ ഇത് കിട്ടാതെ പോയ, കറക്റ്റ് സമയത്ത് ഹെൽത്തും കെയറും കിട്ടാതെ പോയ അല്ലെ, കറക്റ്റ് സമയത്ത് ചികിത്സ കിട്ടാതെ പോയൊരു കസിൻ എനിക്കുണ്ടായിരുന്നു മരിച്ചുപോയ. വൺ ഓഫ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്, എന്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് ഒക്കോലാമ ഡൈഡ് ഇൻ എ പ്ലെയിൻ ക്രാഷ്. ഒരു പ്ലെയിൻ ക്രാഷ്, ഒരു വിമാനാപകടത്തിൽ മരിച്ച ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഒക്കോലാമ എനിക്കുണ്ടായിരുന്നു. ബിക്കോസ് അവർ ഫയർ ട്രക്സ് ഡിഡ് നോട്ട് ഹാവ് വാട്ടർ. കാരണം വിമാനത്തിന്റെ ഫയർ ട്രക്കിന്റെ ഉള്ളിൽ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ടാണ് പ്ലെയിൻ ക്രാഷ് ഉണ്ടായി അവർ മരിച്ചു പോയത്. ഐ ഗ്രൂ അപ്പ് അണ്ടർ റെപ്രസീവ് മിലിറ്ററി ഗവൺമെന്റ് ദാറ്റ് ഡിവാലിഡ് എഡ്യൂക്കേഷൻ. ഞാൻ വളർന്നു വന്നത് അടിച്ചമർത്തുന്ന പട്ടാള ഭരണമുള്ള ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസത്തിന് വാല്യൂ കൊടുക്കാത്ത, വിദ്യാഭ്യാസത്തിന് വില കൊടുക്കാത്ത, അടിച്ചമർത്തുന്ന ഒരു ഗവൺമെന്റിന്റെ അണ്ടറിലാണ് ഞാൻ വളർന്നു വന്നത് കേട്ടോ. വിദ്യാഭ്യാസത്തിന് വില കൊടുക്കാത്ത എന്നാട്ടോ, ഡിവാല്യൂഡ് ഞാൻ വളർന്നു വന്നത്. സോ ദാറ്റ് സംടൈംസ് മൈ പാരന്റ്സ് വെർ നോട്ട് പെയ്ഡ് ദെയർ സാലറീസ്. ചില സമയത്ത് എന്റെ പാരന്റ്സിന് സാലറി കിട്ടിയിട്ടില്ലായിരുന്നു. ഇതെല്ലാം അതിന്റെ ഒരു സൈഡാണ്. ഓക്കെ, അപ്പൊ ആഫ്രിക്കക്കാരെ കുറിച്ച് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ടൈപ്പ് പറഞ്ഞല്ലോ, അത് ആഫ്രിക്കയിലുണ്ട്, പക്ഷെ കംപ്ലീറ്റ് അതല്ല. അപ്പോ ഇവരുടെ ഹാപ്പി ലൈഫ് പറഞ്ഞെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ഗ്രാൻഡ് ഫാദർ ക്യാമ്പിൽ വെച്ചിട്ട് മരിച്ചിട്ടുണ്ട്, ഒരു കസിൻ പോളി ചികിത്സ കിട്ടാതെ മരിച്ചിട്ടുണ്ട്, ഒരു ബെസ്റ്റ് ഫ്രണ്ട് വിമാനാപകടത്തിൽ മരിച്ചിട്ടുണ്ട്, അവർ നല്ല മിലിറ്ററി ആയിട്ടുള്ള അടിച്ചമർത്തുന്ന ഗവൺമെന്റിന്റെ താഴെ അവര് ജീവിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസത്തിന് വില കൊടുക്കാതെ. അച്ഛനും അമ്മക്ക് ചില സമയത്ത് സാലറി കിട്ടിയാറില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിലും സംഭവിച്ചിട്ടുണ്ട്. ഓൾ ഓഫ് ദീസ് സ്റ്റോറീസ് മേക്ക് മീ ഹു ഐ ആം. ഈ കഥകളൊക്കെയാണ് എന്നെ ഞാനാക്കിയത്. But to insist on only these negative stories is to flatter my experience and to overlook the many other stories that formed me. അല്ലെ, പക്ഷേ ഞാൻ ഇങ്ങനെയുള്ള ഈ നെഗറ്റീവായിട്ട്, ഇപ്പൊ മുമ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നെഗറ്റീവ് ആണല്ലോ അല്ലെ, ഇങ്ങനെയുള്ള മോശപ്പെട്ട നെഗറ്റീവായിട്ടുള്ള കഥകളിൽ മാത്രം ഞാൻ ഊന്നൽ കൊടുത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാല് അതെന്റെ നല്ല എക്സ്പീരിയൻസുകളെ അത് അടിച്ചമർത്തും, അത് താഴ്ത്തിക്കെട്ടും. ഞാൻ എഴുതിയിട്ടുള്ള എന്റെ നല്ല കഥകള്, ഞാൻ എഴുതിയിട്ടുള്ള എന്റെ നല്ല സ്റ്റോറികളെ എല്ലാം അതെന്താവും, അത് താഴ്ത്തിക്കെട്ടും. ഈ നെഗറ്റീവ് കഥകൾ ഇങ്ങനെ പറഞ്ഞ് അത് സിംഗിൾ സ്റ്റോറി ആക്കി മാറ്റി അതിങ്ങനെ ദയ ഇങ്ങനെ പിടിച്ച് പറ്റിയുള്ള സ്റ്റോറികൾ തന്നെ ആക്കി കഴിഞ്ഞാൽ ആ ഒരു ചെറിയ സൈഡ് മാത്രം, ഞാൻ നെഗറ്റീവ് സൈഡിൽ മാത്രം ഞാൻ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പോസിറ്റീവ് സൈഡ് ഉണ്ട് അല്ലെ. എനിക്ക് വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട്, നല്ല ഫാമിലി, നല്ല ലവബിൾ ഫാമിലി, നല്ല എഡ്യൂക്കേഷൻ, നല്ല കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള എന്റെ പോസിറ്റീവ് സൈഡിൽ എന്തായാലും അത് അടിച്ചമർത്തുന്ന പോലെയാവും അല്ലെ. ഈ നെഗറ്റീവ് സൈഡിൽ മാത്രം ഞാൻ ഊന്നൽ കൊടുത്തുകൊണ്ട് എഴുതിക്കൊണ്ടിരുന്നാൽ, അതിന് മാത്രം ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്റെ നല്ല സൈഡുകളെ, ഞാൻ എഴുതി പോയിട്ടുള്ള നല്ല കാര്യങ്ങളും നല്ല സൈഡുകളും എന്തായി മാറും, അത് താഴ്ത്തി കിട്ടുന്നത് പോലെയാവും എന്നാണ് പറയുന്നത്. ദ സിംഗിൾ സ്റ്റോറി ക്രിയേറ്റ് സ്റ്റീരിയോ ടൈപ്സ് അല്ലെ. എന്താണ് സിംഗിൾ സ്റ്റോറികൾ എപ്പോഴും എന്തായിരിക്കും, ഒരു സ്റ്റീരിയോ ടൈപ്സ് ആയിരിക്കും. സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ഈ ഒരേ രീതിയിലുള്ള ഇമേജുകൾ തരാം,
ഒരേ രീതിയിലുള്ള കഥകൾ പറയാം, ഒരേ രീതിയിലുള്ള ഐഡിയ തരിക, അതിനാണ് ഒരേപോലെ ഉള്ള കാര്യങ്ങൾ ചെയ്യുക. സ്റ്റീരിയോ ടൈപ്സ് ആയിരിക്കും പറയുന്നൊക്കെ, ഒരേ മോഡൽ, ഒരേ രീതിയിലുള്ള ചിത്രങ്ങൾ, ഒരേ രീതിയിലുള്ള ഇമേജുകൾ കൊടുക്കാം. ഒരേപോലെ ആയി മാറും ഈ സിംഗിൾ സ്റ്റോറികൾ കൊടുക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നത്. ഓക്കെ, and the problem with the stereotype is not that they are untrue. ഇങ്ങനെയുള്ള ഒരേപോലെയുള്ള കാര്യങ്ങൾ, ഒരേപോലെയുള്ള ഐഡിയയും ഒരേപോലെയുള്ള ചിത്രങ്ങളും ഒരേപോലെയുള്ള കഥയും ഒരേ ടൈപ്പ് ഓഫ് തീമും മാത്രം കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? അതെന്തായിരിക്കും? എന്താണ് അതിന്റെ പ്രശ്നം? അത് അൺട്രൂ ആയിരിക്കും. അത് ചിലപ്പോൾ സത്യമാവണമെന്നില്ല. ഓക്കെ, അപ്പൊ സ്റ്റീരിയോ ടൈപ്സുകളൊന്നും മുഴുവനായിട്ടും എന്തല്ല, സത്യമല്ല എന്നുള്ളതാണ്, അൺട്രൂ ആയിരിക്കും. ബട്ട് ദാറ്റ് ദേ ആർ ഇൻകംപ്ലീറ്റ്. അത് മാത്രമല്ല, അതെന്തായിരിക്കും? അത് പൂർണ്ണതയുള്ളതുമാവില്ല. ഓക്കെ, ഇങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അനുഭവിക്കുന്ന ഇങ്ങനെ എഴുതി പറയുമ്പോൾ ചെയ്യുമ്പോൾ മറ്റൊരു സൈഡിൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? അവർക്ക് അതിനു വേണ്ടിയുള്ള സഹായം ലഭിക്കുന്നുണ്ടാവും, അവർ ആ ബുദ്ധിമുട്ടിൽ നിന്ന് കയറി പോകുന്നുണ്ടാവും. പക്ഷെ അത് അവിടെ ഉണ്ടാവില്ല. അപ്പൊ അത് ഇൻകംപ്ലീറ്റ് ആവും. അവിടെ ഒരു സൈഡ് മാത്രമായിരിക്കും ബുദ്ധിമുട്ട്, ദുഃഖങ്ങള്, അനുഭവങ്ങൾ, പട്ടിണി, ഇതായിരിക്കും. പക്ഷെ ഇതൊക്കെ മാറുന്ന ഒരു സൈഡ് ഉണ്ട്. അതപ്പോ കാണില്ല, ഈ ഒരു സ്റ്റീരിയോ ടൈപ്പിൽ അത് ഉണ്ടാവില്ല. അപ്പൊ അത് എന്തായി മാറും? അത് ഇൻകംപ്ലീറ്റ് ആവും, അത് അൺട്രൂ ആയിട്ട് മാറും. ഓക്കെ, they make one story become the one story. ഒരു വൺ സ്റ്റോറി എന്താണ് നിർമ്മിക്കുന്നത്? ഒരേ ഒരു സ്റ്റോറി. ഒറ്റപ്പെട്ട കഥകൾ മാത്രമേ നിർമ്മിക്കുന്നുള്ളൂ. ഒറ്റപ്പെട്ട കഥകൾ മാത്രമാകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ മക്കളെ, സ്റ്റോറി മനസ്സിലായല്ലോ അല്ലെ? നമുക്കും ഇതിങ്ങനെ പറയുമ്പോൾ നമ്മളെ മനസ്സിൽ പല ആളുകളെ കുറിച്ചും നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ചിന്താഗതി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇല്ലേ? നമ്മുടെ സ്കൂളിലൊക്കെ പല കുട്ടികളെ കുറിച്ചും, നമ്മുടെ നാട്ടിൽ പല ആളുകളെ കുറിച്ചും, അല്ലെ, ചില കാസ്റ്റിലുള്ള ആളുകളെ കുറിച്ച്, ഇങ്ങനെയുള്ള പല ആളുകളെ കുറിച്ച് ചില നമ്മളിവിടെ പേപ്പറൊക്കെ വായിക്കുമ്പോൾ ചില നാട്ടിൽ നമുക്കും ഉണ്ടായിരുന്നില്ല ആഫ്രിക്കനെ കുറിച്ചൊക്കെ. പട്ടിണി മാത്രം കിടക്കുന്ന ഒരു ആഫ്രിക്കയുടെ ഒരു സൈഡ് നമുക്ക് അറിയുള്ളൂ. ആഫ്രിക്കയിലുള്ള വമ്പൻ ടൗണില്, അതിപ്പോ യൂട്യൂബിലൊക്കെ പിന്നെ ചില സമയത്ത് നമുക്കിപ്പോ കാണുന്നുണ്ട് അല്ലെ? ആഫ്രിക്ക എന്ന് പറയുമ്പോൾ അത് മാത്രമാണ് ആളുകൾ കാണുന്നത് അല്ലെ? ഒരു വൺ ടൈപ്പ് സ്റ്റോറി അല്ലെ? വൺ സിംഗിൾ സ്റ്റോറി മാത്രമാണ് ആഫ്രിക്കയെ കുറിച്ചൊക്കെ ഇപ്പോഴും നമ്മുടെ മക്കൾക്കൊക്കെ ഉള്ള ഒരു ഐഡിയ അല്ലെ? ആഫ്രിക്കയിലെ കുട്ടികൾ പാത്രം കൊണ്ട് കരയുന്നത് അല്ലെ? മറ്റൊരു സൈഡ് ഉണ്ട് ആഫ്രിക്കക്ക്. ആഫ്രിക്കയുടെ ഒരു വികസന ഏരിയ ഉണ്ട്, നല്ല അടിപൊളി ടൗൺ, നല്ല അടിപൊളിയായിട്ടുള്ള ലൈഫ്, വളരെ റിച്ച് ആയിട്ടുള്ള ലൈഫ് ജീവിക്കുന്ന നല്ല അടിപൊളി. നമുക്ക് അറിയാം അല്ലെ, ആഫ്രിക്കയിൽ നിന്നുള്ള ഫുട്ബോൾ ആളുകളൊക്കെ ഉണ്ട് അല്ലെ? അത് ആഫ്രിക്കയുടെ ഒരു സൈഡാണ് അല്ലേ? വലിയ വമ്പൻ കളിക്കാര്, വമ്പൻ അത്ലറ്റ്സ് അല്ലെ? ഇതൊക്കെ ആഫ്രിക്ക ഒരു അതുപോലെ എഡ്യൂക്കേഷനിലൊക്കെ വളരെ വലിയ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷെ നമുക്കറിയാവുന്ന മറ്റൊരു സൈഡാണ് അവരുടെ ഈ ഒരു പോവർട്ടി സൈഡ് അല്ലെ? അതേപോലെ തന്നെ അപ്പൊ നമ്മൾക്കിടയിലും ഉണ്ട് ഇങ്ങനെ സിംഗിൾ സ്റ്റോറികൾ, ആളുകളെ കുറിച്ചുള്ള തെറ്റായിട്ടുള്ള അസംപ്ഷൻസ് വെച്ചിട്ട് രണ്ട് സൈഡും കാണാതെ ഒരു സൈഡ് മാത്രം ഇങ്ങനെ, ഒരേ ചിത്രം മാത്രം ഇങ്ങനെ മുന്നോട്ട് ചില ആളുകളെ കുറിച്ചും ചില വ്യക്തികളെ കുറിച്ചും ചില നാടിനെ കുറിച്ചും ചില രാജ്യത്തെ കുറിച്ചൊക്കെ നമ്മുടെ ഇടയിലുണ്ട് ഇങ്ങനെ കുറച്ച് സിംഗിൾ ആയിട്ടുള്ള സ്റ്റോറി, ഇങ്ങനെ കുറച്ച് തെറ്റായിട്ടുള്ള സ്റ്റീരിയോ ടൈപ്സ് ചിന്താഗതികളും അല്ലെ? അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണല്ലോ മക്കളെ. ഇനി അങ്ങനെയുള്ള തെറ്റായ ധാരണകളൊന്നും ഉണ്ടാവരുത് കേട്ടോ. അപ്പൊ ഇവരനുഭവിച്ചിട്ടുള്ള ഒരു സിംഗിൾ സ്റ്റോറിയിൽ നിന്നും സ്വയം അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളും അത് അല്ല എന്നുള്ളത് ഇവരൊരു സ്പീച്ചിലൂടെ പറയുകയും, എന്തൊക്കെയാണ് സിംഗിൾ സ്റ്റോറി, ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി അല്ലെ? ഒരു സിംഗിൾ സ്റ്റോറിയുടെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വശം എന്താ എന്നുള്ളതും അവരുടെ സ്പീച്ചിലൂടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ? സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് വീണ്ടും കാണാം.